Welcome back to today's class. അപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിന്റെ ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിവൈസ്ഡ് ക്ലാസ്സുകളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഓക്കേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള ദി ചേഞ്ചിങ് എർത്ത്. ഓക്കേ. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ പഠിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാവേ. ഓക്കേ. അപ്പോൾ നിങ്ങൾ നോക്കിയേ ദി ചേഞ്ചിങ് എർത്ത്. ഈ ഒരു ഇമേജിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ? എന്തൊക്കെയാണ് ഇത്? നമ്മുടെ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഈ ഒരു ഇമേജസിൽ കാണുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ചേഞ്ചിങ് എർത്ത് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ആ ഒരു ജനിച്ച സമയം തൊട്ട് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഭൂമിയാണോ? എപ്പോഴും ഭൂമിയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ അല്ലേ? ഓക്കെ. അപ്പോൾ എന്തുകൊണ്ട് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ നമുക്ക് നമ്മുടെ ഭൂമിയിൽ കാണാൻ പറ്റുന്ന ലാൻഡ് ഫോംസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഇൻഫോം ചെയ്യുക. ഈ ചാപ്റ്റർ ഇതുവരെയും പഠിക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ പഠിക്കാനായിട്ടുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ആണിത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ വേഗം നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വരിക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേഗം വിളിച്ചിട്ട് വന്നിട്ട് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരു തംസപ്പ് ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ഈ ചാപ്റ്റർ അങ്ങ് തുടങ്ങാം. ഓക്കെ. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യാൻ പോകുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് ചേഞ്ചിങ് എർത്ത് അല്ലേ? ഈ ഒരു ഭൂമിയിലെ ഈ ഒരു മാറ്റങ്ങൾക്ക് കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അതിനുള്ള കാരണങ്ങളെ നമ്മൾ എർത്ത് മൂവ്മെൻറ്റ്സ് എന്ന് വിളിക്കും. നമുക്കറിയാം ഭൂമിയിൽ നമുക്ക് എന്തൊക്കെ ലാൻഡ് ഫോംസ് കാണാൻ സാധിക്കും. അവിടെ മൗണ്ടെയിൻസ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, അതുപോലെ പ്ലാറ്റോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഡെസേർട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ലാൻഡ് ഫോംസ് നമുക്കിവിടെ കാണാം അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു ലാൻഡ് ഫോംസിൻ്റെയൊക്കെ ഫോർമേഷനുള്ള കാരണങ്ങൾ എന്താ? എല്ലായിടത്തും ഭൂമിയിലെല്ലാം നല്ല പ്ലെയിൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാം ഇങ്ങനത്തെ സമതല പ്രദേശങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? എല്ലായിടത്തും നമ്മൾ എവിടെ നോക്കിയാലും മൗണ്ടെയിൻസ്, അങ്ങനെ പല രീതിയിലുള്ള ലാൻഡ് ഫോംസ് നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെയൊക്കെയുള്ള ഫോർമേഷനുള്ള കാരണങ്ങൾ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ആ കാരണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എർത്ത് മൂവ്മെൻറ്റ്സ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ചേഞ്ചിങ് എർത്ത്, ഈ ഒരു ഭൂമിയുടെ മാറ്റത്തിന് കാരണമാകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എർത്ത് മൂവ്മെൻറ്റ്. ഓക്കെ. ഭൗമിക ചലനങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പോൾ ഈ ഒരു ചലനങ്ങൾ എന്താണ് ഈ എർത്ത് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്? സിംപ്ലി നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ദ എർത്ത് സർഫേസ് ഈസ് കോൺസ്റ്റൻ്റ്ലി സബ്ജക്റ്റഡ് ടു മെനി ചേഞ്ചസ് for millions of years. Numerous movements and resulting process have been occurring on the surface as well as within the earth. അതായത് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്, ഭൂമിയുടെ ഉപരിതലം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റത്തിന് കാരണമാകുന്ന അല്ലെങ്കിൽ ഭൂമിയിൽ ഉണ്ടാകുന്ന ഈ ഒരു അപ്സ് ആൻഡ് ഡൗൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എർത്ത് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ? ദ മൂവ്മെൻറ്റ്സ് ദാറ്റ് കോസ് ദി അപ്സ് ആൻഡ് ഡൗൺസ് ഓൺ ദി സർഫേസ് ഓഫ് ദി എർത്ത് ആർ കോൾഡ് ദി എർത്ത് മൂവ്മെൻറ്റ്സ്. ഭൂമിയിൽ മാറ്റങ്ങളെ വിധേയമാക്കുന്ന അപ്സ് ആൻഡ് ഡൗൺസ്, അതാണ് ദ മൂവ്മെൻറ്റ്സ് ദാറ്റ് കോസ് ദി അപ്സ് ആൻഡ് ഡൗൺസ് ഓൺ ദി സർഫേസ് ഓഫ് എർത്ത്. ഭൂമിയുടെ ഉപരിതലത്തിൽ ആ ഒരു അപ്സ് ആൻഡ് ഡൗൺസ്, ഉയർച്ച താഴ്ചകൾ ഉണ്ടാക്കുന്ന ചലനങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? എർത്ത് മൂവ്മെൻറ്റ്സ്. ഓക്കെ. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ അപ്പോൾ നമ്മൾ ആദ്യമേ എർത്ത് മൂവ്മെൻറ്റ്സ് എന്താണെന്ന് കാണുന്നു. അതിനുശേഷം നമ്മൾ ഈ എർത്ത് മൂവ്മെൻറ്റ്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആ ഒരു ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് പഠിക്കുന്നുണ്ട്. ആ ക്ലാസിഫിക്കേഷനിൽ തന്നെ വീണ്ടും ഡൈവേഴ്സ് ക്ലാസിഫിക്കേഷൻ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മെയിനായിട്ട് ഈ മൂവ്മെൻറ്റ്സ് എന്താണെന്ന് മാത്രമേ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് വരുന്നതെല്ലാം. അപ്പോൾ വളരെ ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുന്നു. അതിനുശേഷം ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു എർത്ത് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ദ മൂവ്മെൻറ്റ്സ് ദാറ്റ് കോസ് ദി അപ്സ് ആൻഡ് ഡൗൺസ് ഓൺ ദി സർഫേസ് ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഉപരിതലത്തിലെ ഉയർച്ച താഴ്ചകൾക്ക് കാരണമാകുന്ന ചലനങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? എർത്ത് മൂവ്മെൻറ്റ്സ്. ദെൻ നോക്കിയേ, നമ്മൾ പറഞ്ഞു എർത്ത് മൂവ്മെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 2. ഈ ഭൗമിക ചലനങ്ങളെ നമുക്ക്
രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണത്? എൻഡോജനിക് മൂവ്മെൻറ്റ്സ് ആൻഡ് ദി എക്സോജനിക് മൂവ്മെൻറ്റ്സ്. എന്തൊക്കെയാണ്? എൻഡോജനിക് ആൻഡ് എക്സോജനിക്. അപ്പോൾ എൻഡോജനിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ആ ഒരു പേരിനകത്ത് തന്നെയുണ്ട്. എന്തായിരിക്കും? ഭൂമിക്കുള്ളിൽ നടക്കുന്ന ചില മാറ്റങ്ങളാണ് അല്ലേ, വിതിൻ ദി എർത്താണ് അല്ലേ. എൻഡോജനിക് എന്ന് പറയുമ്പോൾ എന്താണ്? എൻഡോ എന്ന് പറയുമ്പോഴത്തേക്കും എന്തിൻ്റെയോ ഉള്ളിലാണെന്നല്ലേ. അപ്പോൾ എക്സോജനിക് എന്തായിരിക്കും? ഭൗമ ഉപരിതലത്തിന് പുറമേ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് എക്സോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതൊന്ന് ചിന്തിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? എന്തായിരിക്കും ഈ ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്ന ഈ ഒരു മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്തൊക്കെയായിരിക്കും? നിങ്ങൾ ഡെയിലി ലൈഫിൽ കേട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഈ ചാപ്റ്റർ ഇന്ന് വരെയും പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ സുഖമായിരിക്കും, നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ചിന്തിക്കാനായിട്ട് പറ്റും അല്ലേ. ഇനി പഠിച്ചവരാണെങ്കിൽ അവർക്കറിയാം, അവർ ഓൾറെഡി പഠിച്ചു, അല്ലെങ്കിൽ അവർക്ക് പ്രീവിയസ് നോളജ് ഉണ്ടായിരിക്കും, അത് വെച്ചിട്ട് അവർ പെട്ടെന്ന് അവർക്ക് മൈൻഡിലോട്ട് വരും. അപ്പോൾ അല്ലാത്തവർക്കാണ് കുറച്ചൊന്ന് ചിന്തിക്കേണ്ടി വരും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അതിലേക്കൊന്നും പോകണ്ട. ജസ്റ്റ് എൻഡോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡെയിലി ലൈഫായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പ്രതിഭാസങ്ങൾ എൻഡോജനിക് മൂവ്മെൻറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എൻഡോജനിക് മൂവ്മെൻറ്റ്സ് ആൻഡ് എക്സോജനിക് മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഇനി ഈ എൻഡോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഭൂമിക്കുള്ളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണല്ലേ. അതായത് ദ പ്രോസസ് ദാറ്റ് ആർ കോസ്ഡ് ബൈ ദി ഫോഴ്സസ് വിതിൻ ദി എർത്ത് ആൻഡ് അറ്റ് വേരിയഡ് ഇൻറ്റൻസിറ്റീസ് അല്ലേ. അതായത് ഭൂമിക്കുള്ളിലെ ചില ഫോഴ്സസ് കൊടുക്കുന്ന ആ ഫോഴ്സസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന മൂവ്മെൻറ്റ്സിനെയാണ് എന്ത്? എൻഡോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ എൻഡോജനിക് മൂവ്മെൻറ്റ്സിന് കാരണമാകുന്ന ഫോഴ്സസ് എന്തൊക്കെയാണ്? ഒന്ന് റേഡിയോ ആക്ടിവിറ്റി വിതിൻ ദി എർത്ത് അല്ലേ. ഭൂമിക്കുള്ളിൽ നമുക്കറിയാം ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ആ എലമെൻറ്റ്സിലൊക്കെ ഹീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആ ഒരു എലമെൻറ്റ്സിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ടാവാം ഒരുപക്ഷെ ഈ ഒരു എൻഡോജനിക് മൂവ്മെൻറ്റ്സ് സംഭവിക്കുക. അതും അല്ലെങ്കിൽ ഒരു പ്രൈമോഡിയൽ ഹീറ്റ്, നമുക്കറിയാം ഭൂമി മേർജ് ചെയ്യുന്ന ഭൂമിയുടെ ഉത്ഭവ സമയം എന്ന് പറയുന്നത് ഭൂമി എങ്ങനെയായിരുന്നു? ഒരു ചുട്ടുപഴുത്ത ഗോള പോലെയായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീട് തണുത്തുറഞ്ഞൊരു വാസയോഗ്യമായിട്ട് മാറുക ചെയ്തേ. എന്നിട്ടും ഇപ്പോഴും ആ ഉപരിതലത്തിലെ ചില ഭാഗങ്ങളിൽ ഈ ഒരു ഹീറ്റ് ഇന്നും അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ അതിലുണ്ടാവുന്ന വേരിയേഷൻസ് കൊണ്ട് ഈ ഒരു എൻഡോജനിക് മൂവ്മെൻറ്റ്സ് സംഭവിക്കാം. ദെൻ ദി റൊട്ടേഷൻ ഓഫ് ദി എർത്ത് ആൻഡ് വേരിയേഷൻസ് ഇൻ ജിയോതെർമൽ ഗ്രേഡിയൻറ്റ് ആൻഡ് ദി കൺവെക്ഷൻ കറൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ സംഭവിക്കുന്ന ആ ഒരു ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എൻഡോജനിക് മൂവ്മെൻറ്റ്സ്. ഓക്കെ, അതായത് ഭൂമിക്ക് ഉള്ളിൽ നടക്കുന്ന ചില ഫോഴ്സസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന മൂവ്മെൻറ്റ്സ് ആണ് എൻഡോജനിക് മൂവ്മെൻറ്റ്സ്. ഓക്കെ, ദെൻ ദി എക്സോജനിക് മൂവ്മെൻറ്റ്സ് എന്തായിരുന്നു? The exogenic movements means the process that are caused by external forces on the surface of the earth at varied intensities. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ ചില എക്സ്റ്റേണൽ ഫോഴ്സസ് വഴിയായിട്ട് സംഭവിക്കുന്ന മൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? എക്സോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ആർ കോസ്ഡ് ബൈ ദി എക്സ്റ്റേണൽ ഫോഴ്സസ് ഓൺ ദി എർത്ത് സർഫേസ് അല്ലേ. ഇതെന്ന് പറയുന്നതും ഒരു പ്രോസസ്സാണ്. ഭൂമിയുടെ ഉപരിതലത്തിലെ എക്സ്റ്റേണൽ ഫോഴ്സസ് വഴിയായിട്ട് സംഭവിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സോജനിക് മൂവ്മെൻറ്റ്സ്. ഓക്കെ, ദെൻ ഇതിന് കാരണമാവുന്ന കോസറ്റീവ് ഫോഴ്സസ് എന്തൊക്കെയാണ്? ഒന്ന്, ഒരു ഏരിയയുടെ സ്ലോപ്പ് ഓഫ് ദി ഏരിയ, ഒരു പ്രദേശത്തിൻ്റെ ചെരിവ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദെൻ ഗ്രാവിറ്റി ആൻഡ് ദി പ്രഷർ എക്സേർട്ടഡ് ഓൺ ആൻ ഒബ്ജക്റ്റ് ബൈ അനദർ ഒബ്ജക്റ്റ്. ദെൻ molecular stress due to temperature changes and running water, glaciers, wind, groundwater and different chemical actions. ഇതൊക്കെ ഈ ഒരു ഫോഴ്സസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? എക്സോജനിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? നമുക്കറിയാം എർത്ത് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ദ അപ്സ് ആൻഡ് ഡൗൺസ് ഓൺ ദി എർത്ത് അല്ലേ. ഭൂമിയിൽ സംഭവിക്കുന്ന ചില ഉയർച്ച താഴ്ചകളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന ഫോഴ്സസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എർത്ത് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ദിസ് എർത്ത് മൂവ്മെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2. എന്തൊക്കെയായിരുന്നു? എക്സോജനിക് മൂവ്മെൻറ്റ്സ് ആൻഡ് ദി എൻഡോജനിക് മൂവ്മെൻറ്റ്സ്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എൻഡോജനിക് മൂവ്മെൻറ്റ്സ് ആണ്, that happen within the earth, and the exogenic movements, the process that are caused by the external forces on the earth surface. Okay, clear alle? Then നമ്മൾ ഇത് ഒന്നുകൂടി ഒന്ന് നോക്കുവാണ്. എൻഡോജനിക് മൂവ്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞിരുന്നു വിതിൻ ദി എർത്ത് സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിന് കാരണമാവുന്ന ഇൻറ്റേർണൽ ഹീറ്റ്, റേഡിയോ ആക്ടിവിറ്റി, റൊട്ടേഷൻ ഓഫ് എർത്ത്, കൺവെക്ഷൻ കറൻസ്, ഇതൊക്കെയാവും അതിനുള്ള കാരണങ്ങൾ.
ആ ഫോഴ്സസിലുള്ള ചേഞ്ചസിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ദെൻ ദീസ് എൻഡോജനിക് മൂവ്മെൻറ്റ്സ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 2 ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് ആൻഡ് ദി സഡൻ മൂവ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻഡോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വിതിൻ ദി എർത്ത്, ദാറ്റ് ഹാപ്പനിങ് വിതിൻ ദി എർത്ത്, ഭൂമിക്കുള്ളിൽ സംഭവിക്കുന്നതാണ് അല്ലേ. അപ്പോൾ നോക്കിക്കേ, അതിനുള്ള കാരണങ്ങളെ നമ്മൾ എഗെയിൻ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുക. അതെന്തൊക്കെയാണ്? ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് ആൻഡ് ദി സഡൻ മൂവ്മെൻറ്റ്സ്. ഓക്കെ, ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ സഡൻ മൂവ്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഈ ഡയസ്ട്രോഫിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, അത് മന്ദഗതിയിലുള്ള ചലനങ്ങളാണ് അല്ലേ, അല്ലെങ്കിൽ സ്ലോ മൂവ്മെൻറ്റ്സ് എന്ന് നമ്മൾ പറയും. വളരെ പതുക്കെ സംഭവിക്കുന്ന, വളരെ മന്ദഗതിയിൽ സംഭവിക്കുന്ന ചലനങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ്. ദെൻ ദി സഡൻ മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ദ്രുതഗതിയിലുള്ള ചലനങ്ങളാണല്ലേ. എന്ന് വെച്ചാൽ എന്താണ്? വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന അല്ലേ, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് സഡൻ മൂവ്മെൻറ്റ്സ് എന്ന് പറയുക. അപ്പോൾ ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സും ഉണ്ട്, സഡൻ മൂവ്മെൻറ്റ്സും ഉണ്ട്. എൻഡോജനിക് മൂവ്മെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് ഓർ സ്ലോ മൂവ്മെൻറ്റ്സ് ആൻഡ് ദി സെക്കൻഡ് വൺ ദാറ്റ് ഈസ് സഡൻ മൂവ്മെൻറ്റ്സ്. ഓക്കെ, ദെൻ ഇപ്പം നമ്മൾ കാണുന്ന ഒരു ഇമേജ് എന്താണെന്നറിയോ? നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ? ഇതാണ് നമ്മുടെ എർത്ത് സർഫേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭൂമിയുടെ ആ ഒരു ഉപരിതലമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതിലെ ആ ഒരു സർഫേസ് ഉണ്ടല്ലോ, ഏറ്റവും മുകളിലുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അത് തൊട്ട് ആ ഒരു ഇന്നർ പോർഷൻ വരെ ഈ ഇമേജിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഓക്കെ, അതായത് എർത്തിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സാണ് അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിലെ ഏറ്റവും പുറമെയുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് ക്രസ്റ്റ് അല്ലേ. ഭൂമിയുടെ ഏറ്റവും ആ പുറമെയുള്ള ഉപരിതലത്തെ ആ ഒരു സർഫേസിനെ, ആദ്യത്തെ ആ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രസ്റ്റ്. ഈ ഒരു ഏരിയയാണ് നമ്മുടെ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏരിയയാണ് എന്ത്? മാൻറ്റിൽ. ഓക്കെ, അല്ലെങ്കിൽ ഒരു മിഡിൽ ലെയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ദെൻ ഏറ്റവും ഇന്നർ പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? കോർ. ഓക്കെ, ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ. ഇതാണ് ആ ഒരു എർത്ത് സർഫേസ് എന്ന് പറയുന്നത് അല്ലേ. അതിൽ ഏറ്റവും പുറമേ ഉള്ള പോർഷനാണ് ക്രസ്റ്റ്, അതിനുശേഷം കാണുന്നതാണ് മാൻറ്റിൽ, ദെൻ ദ ഇന്നർ പോർഷൻ ഈസ് കോൾഡ് കോർ. ഓക്കെ, ഇനി നമ്മൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഈ എൻഡോജനിക് മൂവ്മെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2 ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് ആൻഡ് ദി സഡൻ മൂവ്മെൻറ്റ്സ്. ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് മീൻസ്, ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്ലോ മൂവ്മെൻറ്റ്സ് ആണല്ലേ. ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് ഓൾസോ കോൾഡ് സ്ലോ മൂവ്മെൻറ്റ്സ്, അതായത് വളരെ പതുക്കെ സംഭവിക്കുന്നതാണല്ലേ. ദെൻ നോക്കിയേ, ഡയസ്ട്രോഫിസം റെഫേഴ്സ് ടു ദി ഇന്റേണൽ പ്രോസസ് ദാറ്റ് മൂവ്, എലിവേറ്റ് ഓർ ബിൽഡ് അപ്പ് പോർഷൻസ് ഓഫ് ദി എർത്ത് ക്രസ്റ്റ്. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഈ ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ദി ഇന്റേണൽ പ്രോസസ്. എന്തോ ഒരു ഇന്റേണൽ പ്രോസസ്സും ഉണ്ട്. എന്തിനാണ് മാറ്റം സംഭവിക്കുന്നത്? ദാറ്റ് മൂവ്, എലിവേറ്റ് ഓർ ബിൽഡ് അപ്പ് പോർഷൻസ് ഓഫ് ദി എർത്ത് ക്രസ്റ്റ് അല്ലേ. ഇപ്പം നമ്മൾ ആ ഒരു ഇമേജിൽ കണ്ടിരുന്നു, ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ എന്ന് ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിച്ചല്ലേ. അതിൽ ക്രസ്റ്റിന് ഉണ്ടാവുന്ന ചേഞ്ചസിന്, അല്ലെങ്കിൽ ആ ക്രസ്റ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു ഡയസ്ട്രോഫിസം എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദി ഇന്റേണൽ പ്രോസസ് ദാറ്റ് മൂവ്, എലിവേറ്റ് ഓർ ബിൽഡ് അപ്പ് പോർഷൻസ് ഓഫ് ദി എർത്ത് ക്രസ്റ്റ്. ക്രസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും പുറമേ ഉള്ള പോർഷനാണ് അല്ലേ. ഭൂമിയിലെ ഏറ്റവും എക്സ്റ്റേണലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗമാണ് എന്ത്? ക്രസ്റ്റ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഈ ഒരു ക്രസ്റ്റ്, ഇത് നിങ്ങൾ ക്രസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുക. ഈ ഒരു ക്രസ്റ്റിൽ സംഭവിക്കുന്ന അപ്ലിഫ്റ്റ് ഓർ സബ്സിഡൻസ് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ഡയസ്ട്രോഫിസം റെഫേഴ്സ് ടു ദി ഇന്റേണൽ പ്രോസസ് ദാറ്റ് മൂവ്, എലിവേറ്റ് ഓർ ബിൽഡ് അപ്പ് പോർഷൻസ് ഓൺ ദി എർത്ത് ക്രസ്റ്റ്. ഒരുപക്ഷെ ഈ ഒരു ക്രസ്റ്റിൻ്റെ പോർഷൻ മൂവ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ എന്തായിരിക്കും, എലിവേറ്റ് ചെയ്യുന്നതാവാം, അതും അല്ലെങ്കിൽ അത് പല പോർഷൻസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നതാവാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡയസ്ട്രോഫിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇനി ഇതിനകത്ത് വരുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? എപ്പിറോജനിക് മൂവ്മെൻറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ അടുത്തൊരു ഇതെന്താണ്? ഓറോജനിക് മൂവ്മെൻറ്റ്സും ഉണ്ട്. ഓക്കെ, എപ്പിറോജനിക് മൂവ്മെൻറ്റ്സ് ആൻഡ് ഓറോജനിക് മൂവ്മെൻറ്റ്സ്. Dystrophic movements are again classified into 2 epirogenc movements and the orogenic movement. ഈ എപ്പിറോജനിക് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും? നമുക്കറിയാം
ഈ കോണ്ടിനെൻസ് ഒക്കെ ഫോം ചെയ്യുന്നതില്ലേ, കോണ്ടിനെൻസ് നിങ്ങൾക്കറിയാവുന്ന കോണ്ടിനെൻസ് എന്തൊക്കെയാണ്? ആ ഒരു കോണ്ടിനെൻസ് ഒക്കെ ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്ന പ്രോസസ്സാണ്, മൂവ്മെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എപ്പിറോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ് കോസ് വൈഡ് സ്പ്രെഡ് അപ്ലിഫ്റ്റ് ഓർ സബ്സിഡൻസ് ഓഫ് ലാർജ് പാർട്സ് ഓഫ് ദി ക്രസ്റ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ക്രസ്റ്റിൽ ഉണ്ടാവുന്ന അപ്ലിഫ്റ്റ് ആവാം അല്ലെങ്കിൽ ചെറിയ മൂവ്മെൻറ്റ് ആവാം, ഇതിനെല്ലാത്തിനെയും കൂടെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് എന്താ? ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് എപ്പിറോജനിക് മൂവ്മെൻറ്റ്സ്. എപ്പിറോജനിക് മൂവ്മെൻറ്റ്സിൽ സംഭവിക്കുന്നത് എന്താണ്? അപ്ലിഫ്റ്റ് ഓർ സബ്സിഡൻസ് ഓഫ് ലാർജ് പാർട്സ് ഓഫ് ദി ക്രസ്റ്റ് അല്ലേ? ഈ ക്രസ്റ്റിൽ ഒന്നെങ്കിൽ ആ ഒരു പോർഷൻ മുകളിലേക്ക് ഉയർന്നു വരുന്നു, അതാണ് അപ്ലിഫ്റ്റ് എന്ന് പറയുന്നത്. സബ്സിഡൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് താഴേക്ക് ഡൗൺവേർഡ് പോവുകയാണെങ്കിൽ അതാണ് സബ്സിഡൻസ് എന്ന് പറയുന്നത്. അപ്വേർഡ് ചേഞ്ചാണ് ഉണ്ടാകുന്നതെങ്കിൽ അതാണ് അപ്ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്ലിഫ്റ്റോ സബ്സിഡൻസോ സംഭവിക്കുവാണെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എപ്പിറോജനിക് മൂവ്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ കോണ്ടിനെൻസ് ഒക്കെ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു എപ്പിറോജനിക് മൂവ്മെൻറ്റ്സ് വഴിയായിട്ടാണ്. ഓക്കെ, ഇറ്റ് കോസ് വൈഡ് സ്പ്രെഡ് അപ്ലിഫ്റ്റ് ഓർ സബ്സിഡൻസ് ഓഫ് ലാർജ് പാർട്സ് ഓഫ് ദി ക്രസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇമേജ് ഓർത്തിരിക്കുക. ഇതിനകത്ത് നമുക്കറിയാം ക്രസ്റ്റ് ആണെന്ന് കൺസിഡർ ചെയ്യുക. ആ ഒരു ക്രസ്റ്റിൻ്റെ അപ്ലിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഇറ്റ് മൂവ് ടു ദി അപ്വേർഡ് അല്ലേ? അപ്വേർഡ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതാണ് അപ്ലിഫ്റ്റ് എന്ന് പറയുന്നത്. സബ്സിഡൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ആ ഒരു ഡൗൺവേർഡ് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ദെൻ the uplift means the land rises upward due to movements inside the earth, and the subsidence means the land sinks downward or goes below its original level. Okay, then the minimal deformation of surface features, then the formation and uplift of continents and part of Deccan Plateau. Deccan Plateau ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ഈ ഒരു എപ്പിറോജനിക് മൂവ്മെൻറ്റ്സിന് എക്സാമ്പിളാണ് ഡെക്കാൻ പ്ലാറ്റോ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻറ്റേർണൽ പ്രോസസ്സ് വഴിയായിട്ട് മൂവ്, എലിവേറ്റ് ഓർ ബിൽഡ് അപ്പ് പോർഷൻസ് ഓഫ് ദി എർത്ത് ക്രസ്റ്റ്. ഭൂമിയുടെ ക്രസ്റ്റ് എന്ന പോർഷൻ ഉണ്ടാവുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന മൂവ്മെൻറ്റ്സിലുള്ള വേരിയേഷൻസ്, അത് എലിവേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, ഇതിനെല്ലാം കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയസ്ട്രോഫിസം അല്ലെങ്കിൽ ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ദീസ് ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു എപ്പിറോജനിക് മൂവ്മെൻറ്റ്സ് ആൻഡ് ഓറോജനിക് മൂവ്മെൻറ്റ്സ്. അതിൽ എപ്പിറോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്ലിഫ്റ്റ് ഓർ സബ്സിഡൻസ് ഓഫ് ലാർജ് പാർട്സ് ഓഫ് ദി ക്രസ്റ്റ്. ക്രസ്റ്റിൻ്റെ ആ ഒരു ലാർജ് പാർട്സിന് സംഭവിക്കുന്ന അപ്ലിഫ്റ്റ്, ഒന്നെങ്കിൽ അത് മുകളിലേക്കുള്ളൊരു ചേഞ്ച് ആവാം, അതും അല്ലെങ്കിൽ താഴേക്കുള്ള ഒരു മാറ്റമാകാം. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്. ദെൻ ഓറോജനിക് മൂവ്മെൻറ്റ്. ഓറോജനിക് എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്താണ്? പർവ്വത രൂപീകരണം അല്ലേ? അപ്പോൾ ഒരു പർവ്വതങ്ങളൊക്കെ രൂപപ്പെടുന്നത് ഈ ഒരു പ്രോസസ്സ് വഴിയായിട്ടാണ്. ഈ ഒരു ഓറോജനിക് മൂവ്മെൻറ്റ്സ് വഴിയായിട്ടാണ് നമുക്കറിയാവുന്ന പർവ്വതങ്ങളൊക്കെ ഫോം ചെയ്യുന്നത്. ഇറ്റ് കോസ് ഇൻറ്റൻസ് ഡിഫോർമേഷൻ ഓർ ഫോൾഡിങ് ആൻഡ് ഫോൾട്ടിങ് ഓഫ് ദി ക്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓറോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഇൻറ്റൻസ് ഡിഫോർമേഷൻ, ഫോൾഡിങ് ആൻഡ് ഫോൾട്ടിങ് ഓഫ് ദി ക്രസ്റ്റ്. ഇവിടെയും എന്താണ്? ക്രസ്റ്റിന് സംഭവിക്കുന്ന മാറ്റം തന്നെയാണ്. നിങ്ങൾ ഈ ഒരു ഇമേജ് നോക്കിക്കേ, ഫോൾഡിങ് ആൻഡ് ഫോൾട്ടിങ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അത് പ്രോസസ് ഇൻറ്റൻസ് ഡിഫോർമേഷൻ, ഫോൾഡിങ് ആൻഡ് ഫോൾട്ടിങ് ഓഫ് ദി ക്രസ്റ്റ്. ഫോൾഡിങ് ആൻഡ് ഫോൾട്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഈ ഒരു ഇമേജിൽ നമുക്ക് കാണാം. ഫോൾട്ടിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു ക്രസ്റ്റ് ഡിസ്ട്രോയിഡ് ആവുകയാണ് അല്ലേ? അത് രണ്ട് പാർട്സായിട്ട് കട്ട് ചെയ്യുന്നതാണ് ഫോൾട്ടിങ് എന്ന് പറയുന്നത്. ഫോൾഡിങ് എന്ന് പറയുന്നത് എന്താണ്? അതിലുണ്ടാകുന്ന ആ ഒരു ഉയർച്ച താഴ്ചകൾ, നമ്മൾ ആ ഒരു ബെൻഡിങ് പോർഷനൊക്കെ ഇവിടെ കാണാൻ പറ്റും അല്ലേ? ഇങ്ങനെ ബെൻഡ് ചെയ്ത് പോകുന്നതാണ് എന്ത്? ഫോൾഡിങ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ മടക്കുക എന്ന് പറയത്തില്ല, എന്ന് പറഞ്ഞതുപോലെ പോകുന്നതാണ്. ആ ഒരു ക്രസ്റ്റിൽ ഉണ്ടാകുന്ന ഫോൾഡിങ്ങും ഫോൾട്ടിങ്ങും ഇത് രണ്ടും കൂടെ കൂടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഓറോജനിക് പ്രോസസ്സിന് കാരണമാകുന്നത്. ഓക്കെ, ഫോൾഡിങ് ആൻഡ് ഫോൾട്ടിങ് ഓഫ് ക്രസ്റ്റ് ദാറ്റ് ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ് അല്ലെങ്കിൽ ദി ഓറോജനിക് പ്രോസസ്സ് അല്ലേ? മൗണ്ടെയിൻസ് ഒക്കെ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ പർവ്വത രൂപീകരണത്തിന് സഹായിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓറോജനിക് പ്രോസസ്സ്. ഓറോജനിക് പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്തിലാണ് സംഭവിക്കുന്നത്? ഭൂമിയിലെ ആ ഒരു ക്രസ്റ്റ് എന്ന പോർഷനിൽ ഉണ്ടാവുന്ന ഫോൾഡിങ്ങും ഫോൾട്ടിങ്ങുമാണ് ഈ ഒരു ഡയസ്ട്രോഫിസം അല്ലെങ്കിൽ ഈ ഒരു ഓറോജനിക് പ്രോസസ്സിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ അല്ലേ? ആ ഒരു അപ്ലിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അത് എപ്പിറോജനിക് മൂവ്മെൻ്റ് ആയിരിക്കും അല്ലേ? ഇനി ഇതുപോലെ ഫോൾഡിങ്ങും ഫോൾട്ടിങ്ങും ആണെങ്കിൽ അതെന്തായിരിക്കും?
ഇത് ഓറോജനിക് മൂവ്മെൻ്റ് ആയിരിക്കും. Then it causes intense deformation, folding and faulting of the crust. Then it is responsible for the formation of mountains. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ മൗണ്ടെയിൻസ് ഒക്കെ ഫോം ചെയ്യുന്നതിന് ഇത് കാരണമാകും അല്ലേ. ക്രിയേഷൻ ഓഫ് ഫോൾഡ് മൗണ്ടെയിൻസ് നമുക്കറിയാം. ഹിമാലയാസ് ഒക്കെ അതിന് എക്സാമ്പിളാണ്, ഫോൾഡ് മൗണ്ടെയിൻസ് ആണ്. ദെൻ 150 to 300 years ago 2 plates we have, Indian plates and Eurasian plates. ഓക്കെ, അതായത് ഒരു 150-300 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് മെയിനായിട്ട് 2 പ്ലേറ്റ്സ്, അതായത് ഇന്ത്യൻ പ്ലേറ്റ്സ്, യുറേഷ്യൻ പ്ലേറ്റ്സ് എന്ന് കൺസിഡർ ചെയ്യുക. പിന്നീട് ഈ 2 പ്ലേറ്റ്സും തമ്മിൽ ഒരു ക്ലാഷ് വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ദീസ് 2 പ്ലേറ്റ്സ് ഫോംഡ് ഹിമാലയാസ്. അങ്ങനെ ക്ലാഷ് വന്നപ്പോഴത്തേക്കും ഫോം ചെയ്തതാണ് എന്ത്? ഹിമാലയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇതുപോലെ 2 പ്ലേറ്റ്സുകൾ തമ്മിൽ ക്ലാഷ് ഉണ്ടാകുമ്പോഴത്തേക്കുമാണ് എന്ത് സംഭവിക്കുക? ഈ ഒരു ഓറോജനിക് മൂവ്മെൻറ്റ്സ് സംഭവിക്കുക. Then what are the major difference between epirogenc movements and the orogenic movements? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കേട്ടോ. അതായത് ഉറപ്പായിട്ട് നിങ്ങളുടെ എക്സാമിന് ഒരു ഷോർട്ടേജ് ആയിട്ടോ അതും അല്ലെങ്കിൽ ഒരു 2 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ലിസ്റ്റ് ഔട്ട് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എപ്പിറോജനിക് മൂവ്മെൻറ്റ്സ് ആൻഡ് ദി ഓറോജനിക് മൂവ്മെൻറ്റ്സ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ അത് ആൻസർ ചെയ്യും? എപ്പിറോജനിക് മൂവ്മെൻറ്റ്സും ഓറോജനിക് മൂവ്മെൻറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എക്സാമിന് ചോദിച്ചാൽ നിങ്ങളത് എങ്ങനെ ആൻസർ ചെയ്യും? ഫസ്റ്റ് തന്നെ നിങ്ങളെ മൈൻഡിലേക്ക് കൊണ്ടുവരിക, ഈ ഒരു എപ്പിറോജനിക് ആയിക്കോട്ടെ ഓറോജനിക് ആയിക്കോട്ടെ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാ? ഏറ്റവും ബേസിക്കലി പറയുകയാണെങ്കിൽ അത് ഭൂമിയിൽ സംഭവിക്കുന്ന ഒരു എൻഡോജനിക് മൂവ്മെൻറ്റ്സിൻ്റെ ഭാഗമാണ്. ഈ എൻഡോജനിക് മൂവ്മെൻറ്റ്സിനെ തന്നെ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് ആൻഡ് ദി സഡൻ മൂവ്മെൻറ്റ്സ്. ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത് സ്ലോ മൂവ്മെൻറ്റ്സ് ആണ്. ആ ഒരു ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് തന്നെ എഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു 2, ദാറ്റ് ഈസ് എപ്പിറോജനിക് മൂവ്മെൻറ്റ്സ് ആൻഡ് ദി ഓറോജനിക് മൂവ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ക്രസ്റ്റ് അല്ലേ. ഭൂമിയുടെ എർത്ത് ലെയേഴ്സിലെ ഏറ്റവും അപ്പർ പോർഷൻ അല്ലെങ്കിൽ പുറമേ നമ്മൾ കാണുന്ന ഭാഗമാണ് എന്ത്? ക്രസ്റ്റ് എന്ന് പറയുന്നത്. ആ ക്രസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഈ ഒരു ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സിന് കാരണമാവുക. അപ്പോൾ ഈ ഒരു ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് തന്നെ നമ്മൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. എപ്പിറോജനിക്കും ഉണ്ട് ഓറോജനിക്കും ഉണ്ട്. അതിൽ എപ്പിറോജനിക് മൂവ്മെൻറ്റ്സ് വഴിയായിട്ട് സംഭവിക്കുന്ന ഫൈനൽ റിസൾട്ട് എന്താ? നമുക്ക് അത് ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഇഫക്റ്റ് എന്തായിരിക്കും? ദാറ്റ് ബിൽഡ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് പ്ലേറ്റോ അല്ലേ. എപ്പിറോജനിക് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കോണ്ടിനെൻസിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്ലേറ്റോ ഏരിയകളൊക്കെ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ എപ്പിറോജനിക് മൂവ്മെൻറ്റ്സ് വഴിയായിട്ടാണ്. അപ്പോൾ എപ്പിറോജനിക് മൂവ്മെൻറ്റ്സിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബിൽഡ് കോണ്ടിനെൻസ് ഓഫ് പ്ലേറ്റോ എന്ന് പറയും. ദെൻ ദി ഓറോജനിക് മൂവ്മെൻറ്റ്സിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ബിൽഡ് മൗണ്ടെയിൻസ് അല്ലേ. മൗണ്ടെയിൻസ് അല്ലെങ്കിൽ പർവ്വത രൂപീകരണത്തിന് സഹായകരമാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ദാറ്റ് ഈസ് കോൾഡ് ഓറോജനിക് മൂവ്മെൻറ്റ്സ്. ഓക്കെ, ഓറോജനിക് മൂവ്മെൻറ്റ്സിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ കാണുന്ന മൗണ്ടെയിൻസ് ഒക്കെ ഈ ഒരു ഓറോജനിക് മൂവ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണല്ലേ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇഫക്റ്റാണ്, 2 ഉണ്ടാക്കുന്ന ഇഫക്റ്റാണ്. എപ്പിറോജനിക്കിൻ്റെ ഭാഗമായിട്ട് ഒരു കോണ്ടിനെൻസും പ്ലേറ്റും ഒക്കെ ഫോം ചെയ്യുന്നു. ഓറോജനിക്കിൻ്റെ ഭാഗമായിട്ട് മൗണ്ടെയിൻസ് വരുന്നു. ദെൻ ദി മൂവ്മെൻറ്റ് എന്ന് പറയുമ്പം എപ്പിറോജനിക് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും? അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു എപ്പിറോജനിക്കിൽ സംഭവിക്കുന്ന എന്താണ്? ക്രസ്റ്റിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ആണ് അല്ലേ. ഒന്നെങ്കിൽ മുകളിലേക്കുള്ള ഒരു മാറ്റം വരിക അല്ലെങ്കിൽ ആ ഒരു ഡൗൺവേർഡ് ചേഞ്ച് ആയിരിക്കും. ദെൻ ഓറോജനിക് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? അത് ഹൊറിസോണ്ടലായിട്ടാണ് പോകുന്നത് അല്ലേ. ഒന്നെങ്കിൽ ആ ഹൊറിസോണ്ടലായിട്ട് തന്നെ അത് രണ്ട് രീതിയിൽ ബ്രേക്ക് ഔട്ട് ആവും. അതും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? ഒരു ഫോൾഡ് ആൻഡ് ഫോൾട്ടിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. അതാണ് എന്ത്? ഓറോജനിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇത് ഏതൊക്കെ ഏരിയാസിനെ എഫക്റ്റ് ചെയ്യും? എപ്പിറോജനിക് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ലാർജ് ഏരിയ എഫക്റ്റ് ചെയ്യും എന്ന് പറയാൻ പറ്റും. ഓറോജനിക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? സ്മോൾ നാരോ റീജിയനെ മാത്രമേ അത് എഫക്റ്റ് ചെയ്യുള്ളൂ. ദെൻ ഇതിൻ്റെ ഡിഫോർമേഷൻ എന്ന് പറയുമ്പം അതൊരു വളരെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. ദെൻ ബിഗ് ചേഞ്ച്, ലോട്ട്സ് ഓഫ് ഫോൾഡിങ് ആൻഡ് ഫോൾട്ടിങ്. എക്സാമ്പിളാണ് അപ്ലിഫ്റ്റ് ഓഫ് പ്ലേറ്റോ ആൻഡ് പ്ലെയിൻസ് ഒക്കെ. ദെൻ ഹിമാലയാസും ആൽപ്സ് ഫോർമേഷനൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഓറോജനിക് മൂവ്മെൻറ്റ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? ഇനി ഏതൊരു എക്സാം നിങ്ങളുടെ SSLC എക്സാമിനായിക്കോട്ടെ, മോഡൽ എക്സാമിനായിക്കോട്ടെ, ക്രിസ്മസ് എക്സാമിനായിക്കോട്ടെ, ഏതൊരു എക്സാമിനും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റത്തില്ലേ? ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ദെൻ
നമ്മൾ പറഞ്ഞു എൻഡോജനിക് മൂവ്മെൻറ്റ്സിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്, ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് ആൻഡ് ദി സഡൻ മൂവ്മെൻറ്റ്സ്. അതിൽ ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ സ്ലോ മൂവ്മെൻറ്റ്സ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ആണ് എന്ത്? സഡൻ മൂവ്മെൻറ്റ്സ്. സഡൻ മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും? സഡൻ, പെട്ടെന്ന് സംഭവിക്കുന്നതാണ് അല്ലേ? എന്തായിരിക്കും? റാപ്പിഡ് ആൻഡ് കോസ് ഇമ്മീഡിയറ്റ് ഡിസ്ട്രക്ഷൻ അല്ലേ? പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മാറ്റങ്ങളും അത് പെട്ടെന്ന് ഉണ്ടാക്കും അല്ലേ? എക്സാമ്പിൾ എന്താണ്? ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്? എർത്ത് ക്വേക്സ് അല്ലേ? ഭൂമികുലുക്കം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഭൂമികുലുക്കം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സംഭവിക്കുന്ന ഒരു സഡൻ മൂവ്മെൻറ്റാണ് അല്ലേ? അതായത് എൻഡോജനിക് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു സഡൻ മൂവ്മെൻ്റ് ആണ് എന്ത്? എർത്ത് ക്വേക്സ് എന്ന് പറയുക. ദെൻ ദി സെക്കൻഡ് കാറ്റഗറിയാണ് ഓൾക്കാനിക് ഇറപ്ഷൻ. അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ഒരു ഓൾക്കാനിക് ഇറപ്ഷൻസ് എന്ന് പറയുന്നത് എന്തിൻ്റെ റിസൾട്ടാണ്? ഈ ഒരു സഡൻ മൂവ്മെൻറ്റ്സിൻ്റെ റിസൾട്ടാണ് ഓൾക്കാനിക് ഇറപ്ഷൻസ് ആൻഡ് എർത്ത് ക്വേക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നതാണ് ഓൾക്കാനിസം. സഡൻ മൂവ്മെൻറ്റ്സ് ആർ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 2, ഓൾക്കാനിക് ഇറപ്ഷൻ അല്ലെങ്കിൽ ഓൾക്കാനിസം ആൻഡ് എർത്ത് ക്വേക്സ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്താണെന്നുള്ളത് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താ ഈ ഓൾക്കാനോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഓൾക്കാനിസം എന്ന് പറയുന്നത് എന്താ? നിങ്ങളുടെ ഒരു അറിവ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആ ഒരു ഇമേജൊക്കെ നമുക്ക് പെട്ടെന്ന് അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു ഇമേജ് വരും അല്ലേ? പക്ഷെ അതിന് പിന്നിലുള്ള ആ ഒരു സയൻസ് എന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇപ്പം നിങ്ങൾ ഈ വർഷം നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കും അല്ലേ? ഓക്കെ, എന്താണെങ്കിലും കുഴപ്പമില്ല, നമുക്കത് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഈ ഒരു ഓൾക്കാനിസം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ, മൂവ്മെൻറ്റ് ആൻഡ് ഇറപ്ഷൻ ഓഫ് മാഗ്മ ഫ്രം ഇൻസൈഡ് ഓഫ് ദി എർത്ത്. ഓക്കെ, അപ്പോൾ എന്താ ഈ വോൾക്കാനിസം എന്ന് പറയുന്നത്? നോക്കിക്കേ, ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ, മൂവ്മെൻറ്റ് ആൻഡ് ഇറപ്ഷൻ ഓഫ് മാഗ്മ ഫ്രം ഇൻസൈഡ് ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഉള്ളിൽ നിന്നും എന്താണ് പുറത്തോട്ട് വരുന്നത്? മാഗ്മ അല്ലേ? ആ ഒരു മാഗ്മ അത് ഫോം ചെയ്യുന്നു, അത് മൂവ് ചെയ്യുന്നു, അത് ഫൈനലി അത് ഇറപ്റ്റ് ചെയ്യുന്നു അല്ലേ? ഇറപ്ഷൻ ഓഫ് മാഗ്മ ഫ്രം ഇൻസൈഡ് ദി എർത്ത്. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓൾക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓൾക്കാനിസം എന്ന് പറയുന്നത് ഇത്രയും പ്രോസസ്സിലൂടെ കടന്നു പോയിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണല്ലേ? ഫസ്റ്റ് എന്താണ്? മാഗ്മ ഫോം ചെയ്യുന്നു, അതിനുശേഷം ആ മാഗ്മ ഇങ്ങനെ മൂവ് ചെയ്യുന്നു, പിന്നെ അത് പുറത്തേക്ക് വരുന്നു. ഈ ഒരു 3 കാര്യങ്ങളിലൂടെ സംഭവിക്കുന്ന ഫൈനൽ റിസൾട്ടാണ് എന്ത്? ഈ ഒരു ഓൾക്കാനിസം എന്ന് പറയുന്നത്. ദെൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ടേംസ് ആണ് നിങ്ങൾ ഓർത്തോളുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. വാട്ട് ആർ ദി മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ മാഗ്മ ആൻഡ് ലാവ? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ മാഗ്മ ഫോം ചെയ്യുന്നു, അത് മൂവ് ചെയ്യുന്നു, അത് പുറത്തോട്ട് വന്നാണ് ഈ ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാവുന്നത്. ദെൻ മാഗ്മ എന്ന് പറയുന്നത് എന്താണ്? മോൾട്ടൺ റോക്ക് ബിലോ ദി സർഫേസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭൂമിയുടെ ഉപരിതലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഉരുകിയ പാറയെ വിളിക്കുന്ന പേരാണ്, മോൾട്ടൺ റോക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മാഗ്മ എന്ന് പറയുന്നത്. ദെൻ ലാവ എന്ന് പറയുന്നത് എന്താണ്? മാഗ്മ ദാറ്റ് റീച്ചസ് ദി സർഫേസ്. നമ്മളിവിടെ പറഞ്ഞു ദ ഫോർമേഷൻ, മൂവ്മെൻറ്റ് ആൻഡ് ഇറപ്ഷൻ ഓഫ് മാഗ്മ ഫ്രം ഇൻസൈഡ് ദി എർത്ത് ആണ് വോൾക്കാനിസം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ആദ്യം മാഗ്മ ഫോം ചെയ്യുന്നു, അത് മൂവ് ചെയ്യുന്നു, അത് ഫൈനലി ഭൂമിയിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോൾ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ മാഗ്മ എന്തായിട്ട് മാറുക? മാഗ്മ ചേഞ്ച് ടു ലാവ. അത് ലാവയായിട്ട് റീഫോം ചെയ്യുക ചെയ്യുന്നത്. മാഗ്മ ദാറ്റ് റീച്ചസ് ദി സർഫേസ്. ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഈ ഒരു മാഗ്മ എത്തുമ്പോഴത്തേക്കും അത് എന്തായിട്ട് മാറുന്നു? അത് ലാവയായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ മാഗ്മ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ: മോൾട്ടൺ റോക്ക് ബിലോ ദി സർഫേസ് ആൻഡ് ലാവ ദാറ്റ് ഡിഫൈൻഡ് മാഗ്മ ദാറ്റ് റീച്ചസ് ദി സർഫേസ്. ഓക്കെ, ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ മാഗ്മ എന്തായി? ദാറ്റ് റീഫോം ലാവ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ ഒരു ഡിഫറൻസ് ഉറപ്പായിട്ടും ചോദിക്കുവേ. മാഗ്മ എന്ന് പറയുന്നത് ഒരു മോൾട്ടൺ റോക്കാണ്. പാറ ഉരുകിയ ആ ഒരു സെമി ലിക്വിഡായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. പിന്നീട് അത് കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡ് ആകുമ്പോഴത്തേക്കും അത് എന്തായി? അത് ലാവയായി. മാഗ്മ ദാറ്റ് റീച്ചസ് ദി സർഫേസ് ദാറ്റ് ഈസ് കോൾഡ് ലാവ. ഓക്കെ, ഇനി
നമുക്ക് നോക്കാവേ ഈ വോൾക്കാനോസിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന്. നമ്മൾ പറഞ്ഞു ഭൂമിയെ നമുക്ക് മെയിനായിട്ട് ഈ 3 ലെയേഴ്സായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? അത് എന്തൊക്കെയായിരുന്നു? ക്രസ്റ്റ്, മാൻറ്റിൽ ആൻഡ് കോർ അല്ലേ? അപ്പോൾ ക്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും പുറമെയുള്ള ഈ ഒരു പോർഷനാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ മാൻറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ദെൻ ഏറ്റവും ഇന്നർ പോർഷനായിട്ട് പറയുന്നതാണ് എന്ത്? കോർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ the portion of crust and the upper portion of mantle is called, this area is called lithosphere. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ക്രസ്റ്റിൻ്റെ ഈ ഒരു പോർഷനും അതുപോലെ നമ്മുടെ മാൻറ്റിലിൻ്റെ ഈ ഒരു അപ്പർ പോർഷൻ ഉണ്ടല്ലോ, ഇതും കൂടെ കൂടുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ലിതോസ്ഫിയർ എന്ന് പറയുന്നത്. The portion of crust and the upper portion of mantle is called lithosphere. ഓക്കെ, അപ്പോൾ ആ ഒരു ക്രസ്റ്റിൻ്റെ ഒരു പോർഷനും അതുപോലെ തന്നെ നമ്മുടെ മാൻറ്റിലിൻ്റെ അപ്പർ പോർഷനും കൂടെ ചേരുന്ന ഭാഗമാണ് എന്ത്? ലിതോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനിയുണ്ടല്ലോ ഈ ലിതോസ്ഫിയറിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു പോർഷൻ ഉണ്ട്. ദാറ്റ് ഈസ് എസ്തനോസ്ഫിയർ. എന്താണ്? എസ്തനോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിതോസ്ഫിയർ എന്ന് പറയുന്നത് ലിതോസ്ഫിയർ ദാറ്റ് സിറ്റുവേറ്റഡ് വിതിൻ ദി ക്രസ്റ്റ് ആൻഡ് ദി അപ്പർ പോർഷൻ ഓഫ് മാൻറ്റിൽ. ക്രസ്റ്റിനും അതുപോലെ മാൻറ്റിലിൻ്റെ അപ്പർ പോർഷനും ഇടയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗമാണ് ലിതോസ്ഫിയർ. ദെൻ എസ്തനോസ്ഫിയർ എന്ന് പറയുന്ന ആ ലിതോസ്ഫിയറിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് എന്ത്? എസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ലിതോസ്ഫിയറിലുണ്ടല്ലോ, ലിതോസ്ഫിയറിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് റോക്സ് ലൈക്ക് പ്ലേറ്റ്സ്, അതായത് ശിലകളാണ്. ഇവിടെ മൊത്തം നമുക്ക് സെമി റോക്സ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു റോക്സ് എന്ന് പറയുന്നത് നമുക്കൊരു പ്ലേറ്റ് പോലെ അതുകൊണ്ട് ഉപമിക്കാനായിട്ട് പറ്റുമേ. അതായത് നിങ്ങൾ മുട്ട നമ്മൾ പുഴുങ്ങിയെടുക്കത്തില്ലേ, ബോയിൽ ചെയ്യത്തില്ലേ? അപ്പോൾ ഈ ഒരു ഒരുപാട് മുട്ട നമ്മൾ ഒരുമിച്ചിട്ട് പുഴുങ്ങിയെടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അതിൽ ചെറിയ ചെറിയ വിള്ളലുകളൊക്കെ വരുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺ മാറിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഈ ഒരു റോക്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഈ ഒരു ശിലകൾ ഇരിക്കുന്നത് ഇതുപോലെ ഒരു പ്ലേറ്റ് പോലെ ആ ഒരു സ്ട്രക്ചറിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിതോസ്ഫിയറിൽ മൊത്തം നമുക്ക് ഇങ്ങനത്തെ പ്ലേറ്റ്സ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലേറ്റ്സിനിടയിലൂടെ എല്ലാം എന്തുണ്ടാവും? ഒരു ചെറിയൊരു വിള്ളൽ പോലെ ഉണ്ടാവും. ഓക്കെ, ഇനി ഈ ഒരു മാഗ്മ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു മാഗ്മ ഫോം ചെയ്തു, അത് മൂവ് ചെയ്തു, അത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുന്നതാണ് വോൾക്കാനോസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു എസ്തനോസ്ഫിയറിലാണ് നമുക്ക് മൊത്തം കാണാൻ പറ്റുന്നത് ഈ ഒരു മാഗ്മ. ഈ മാഗ്മ സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഈ എസ്തനോസ്ഫിയറിലാണ് ഈ ഒരു മാഗ്മ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മാഗ്മ പുറത്തേക്ക് വരുമ്പോഴത്തേക്കും, ഈ മാഗ്മ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് ഈ ഒരു മാൻറ്റിലിന് ഇടയിലൂടെ, അല്ലെങ്കിൽ ആ ഒരു ലിതോസ്ഫിയറിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ട്. ലിതോസ്ഫിയറിൽ മൊത്തം പ്ലേറ്റ്സാണ് നമ്മൾ പറഞ്ഞു, അതിനിടയിൽ ചെറിയ ചെറിയ ഗ്യാപ്സ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പിലൂടെ ഈ ഒരു മാഗ്മ നമ്മുടെ സർഫസിലേക്ക് എത്തുമ്പോഴത്തേക്കും അതെന്തായി? എർത്ത് സർഫേസിലേക്ക് എത്തുമ്പോഴത്തേക്കും അതെന്തായി? അത് ലാവയാകുന്നു. അങ്ങനെ അത് ഇറപ്റ്റ് ചെയ്താണ് വോൾക്കാനിസം അല്ലെങ്കിൽ വോൾക്കാനോസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇത്രയും ഓർക്കുക. ക്രസ്റ്റ് ആൻഡ് ദി അപ്പർ പോർഷൻ ഓഫ് മാൻറ്റിൽ ഈസ് കോൾഡ് ദ ലെയർ ഇൻ ബിറ്റ്വീൻ ക്രസ്റ്റ് ആൻഡ് ദി അപ്പർ പോർഷൻ ഓഫ് മാൻറ്റിൽ ഈസ് കോൾഡ് ലിതോസ്ഫിയർ. ഓക്കെ, ക്രസ്റ്റും അതുപോലെ നമ്മുടെ മാൻറ്റിലിൻ്റെ അപ്പർ പോർഷനും ഇടയിലുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ലിതോസ്ഫിയർ എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? എസ്തനോസ്ഫിയർ. അപ്പോൾ ഈ ഒരു മാഗ്മ ഉള്ളത് എവിടെയാണ്? ഈ ഒരു എസ്തനോസ്ഫിയറിലാണ്. ദെൻ അവിടുന്ന് ഈ ഒരു മാഗ്മ ഈ ഒരു ലിതോസ്ഫിയറിൽ കാണുന്ന ഈ ഒരു റോക്സിനിടയിലൂടെ, ആ ഒരു വിള്ളലിനിടയിലൂടെ അത് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അതെന്തായി? സർഫസിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് ലാവയാകുന്നു. ആ ലാവയാണ് പുറത്തേക്ക് വന്നാണ് ഈ വോൾക്കാനോസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, നോക്കുക. വോൾക്കാനോ എന്ന് പറയുമ്പം ഓപ്പണിംഗ് ഇൻ എർത്ത് ക്രസ്റ്റ് ത്രൂ വിച്ച് ലാവ ഗ്യാസസ് ആൻഡ് ആഷ് എസ്കേപ്പ്. ഓക്കെ, ദെൻ pyroclastic materials like rock fragments, dust, gases erupted during volcanism. അപ്പോൾ ഈ ഒരു വോൾക്കാനിസത്തിൻ്റെ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇതുപോലുള്ള റോക്ക് ഫ്രാഗ്മെൻറ്റ്സ്, ഡസ്റ്റ്, ഗ്യാസസ് ഒക്കെയാണ് ഇറപ്റ്റ് ചെയ്യുന്നത്. ദെൻ ഇത് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ക്രസ്റ്റ് ആൻഡ് ദി അപ്പർ പോർഷൻ ഓഫ് ദി മാൻറ്റിൽ ആർ കോൾഡ് ലിതോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ലിതോസ്ഫിയർ എന്ന് പറയുന്നത്
ഈ ഒരു പോർഷനാണ് ക്രസ്റ്റും അതുപോലെ തന്നെ അപ്പർ പോർഷൻ ഓഫ് ദി മാൻഡിലാണ്. ദെൻ അവിടെ നമുക്ക് ലിതോസ്ഫെറിക് പ്ലേറ്റ്സ് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു റോക്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലിതോസ്ഫെറിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ബിലോ ദി ലിതോസ്ഫിയർ വി ഹാവ് ടു സീൻ ആൻ എസ്തനോസ്ഫിയർ. ദെൻ മാഗ്മ ഫോംഡ് ഹിയർ, ഇവിടെയാണ് മാഗ്മ ഫോം ചെയ്യുന്നത്. ദെൻ ആ മാഗ്മ ഫോം ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു, അങ്ങനെ അത് സർഫസിലേക്ക് കഴിയുമ്പോഴത്തേക്ക് അത് പിന്നെ എന്തായിട്ട് റീഫോം ചെയ്യുന്നു? ലാവയായിട്ട് മാറുന്നു. ഈ ലാവയാണ് എർത്തിലേക്ക് ഇറപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ദെൻ ഈ ഒരു വോൾക്കാനോസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വോൾക്കാനോസ് ഉണ്ട്. നമുക്ക് അറിയാം ഷീൽഡ് വോൾക്കാനോ എന്ന് പറയുമ്പോഴത്തേക്കും അത് വളരെ ബ്രോഡായിരിക്കും, അതുപോലെ ജെൻറ്റിൽ സ്ലോപ്സ് കാണാൻ പറ്റും. മൗന ലോവ എന്ന് പറയുന്ന അതിന് എക്സാമ്പിളാണ്. ദെൻ കോമ്പോസിറ്റ് വോൾക്കാനോ ഉണ്ട്, അത് ചെറിയ സ്റ്റീപ്പ് സ്ലോപ്സിലൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ എക്സ്പ്ലോസീവ് ഇറപ്ഷൻസ് അതിന് എക്സാമ്പിളാണ് മൗണ്ട് ഫുജി എന്ന് പറയുന്നത്. ദെൻ കാൾഡറ, ലാർജ് ക്രിയേറ്റർ ഫോംഡ് ആഫ്റ്റർ എക്സ്പ്ലോസീവ് ഇറപ്ഷൻ. ദെൻ ബസോൾട്ട് പ്ലാറ്റോ ഉണ്ട്, ഫോംഡ് ബൈ ലാവ ഫ്ലോ ഓവർ ദി ലാർജ് ഏരിയ. ദെൻ ഈ ഒരു വോൾക്കാനോസ് ആൻഡ് ഹ്യൂമൻ ലൈഫ്. ഓക്കെ, ഹൗ ടു റിലേറ്റ് ദീസ് വോൾക്കാനോസ് ഇൻ അവർ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ അവർ ഹ്യൂമൻ ലൈഫ്. എങ്ങനെയാണ് ഹ്യൂമൻ ലൈഫിനെ ഈ വോൾക്കാനോസ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ അവരൊരു പക്ഷേ അത് ചോദിക്കാം. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യണം? Volcanic explosions near human settlements cause loss of leaves and destruct properties. നമുക്കറിയാം ഈ വാസസ്ഥലങ്ങളൊക്കെ ഉള്ള ഏരിയയിലാണ് ഈ ഒരു വോൾക്കാനോസ് ഉള്ളത് എങ്കിൽ ഉറപ്പായിട്ടും അത് എക്സ്പ്ലോഷൻ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അവിടെ അവരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും അല്ലേ? ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് കോസ് ലോസ് ഓഫ് ലീവ്സ് അല്ലേ? അവരുടെ ജീവിതങ്ങൾ മൊത്തം തകർത്ത് കളയും, അവരുടെ പ്രോപ്പർട്ടീസ് ഡിസ്ട്രക്ട് ചെയ്യുന്നതിനും അത് കാരണമാകും. ദെൻ ദേ ഡിസ്റപ്റ്റ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. പിന്നെയോ അവിടെ ഒരുപാട് അഗ്രികൾച്ചർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന ഏരിയ ആയിരിക്കും. അപ്പോൾ അതിനെയൊക്കെ തടസ്സം നിൽക്കുകയല്ലേ ചെയ്യുന്നത് അല്ലേ? ദാറ്റ് ഡിസ്റപ്റ്റ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് സെവർലി എഫക്റ്റ് ഹ്യൂമൻ ലൈഫ്. ദെൻ ദ ലാവ ഫ്ലോ ഫോളോയിങ് എ വോൾക്കാനിക് ഇറപ്ഷൻ അഡ്വേഴ്സ്ലി ഇമ്പാക്ട്സ് ബോത്ത് നേച്ചർ ആൻഡ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ്. ഇതൊന്നും പോരാഞ്ഞിട്ട് എന്തിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്? നേച്ചറിനെ അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. ദെൻ ബൈ ഡിസ്ട്രോയിങ് ഹൗസസ് ആൻഡ് ലാൻഡ് ഇറ്റ് ലീവ്സ് മെനി പീപ്പിൾ ഹോംലെസ് ആൻഡ് ജോബ്ലെസ് അല്ലേ? ഒരുപാട് പേരുടെ ഹൗസുകൾ, വീടുകളൊക്കെ നഷ്ടപ്പെടുന്നു, അതുപോലെ ഒരുപാട് പേർക്ക് ജോലി ഇല്ലാതാവുന്നു. അതൊക്കെ ഈ ഒരു വോൾക്കാനോസിൻ്റെ എക്സ്പ്ലോഷൻ കൊണ്ട് സംഭവിക്കുന്ന കാരണങ്ങളാണ്. നോക്കിയേ, Mount Vesuvius is an active stratovolcano near the Bay of Naples and then it considered one of the most dangerous in the world. അതുപോലെ തന്നെ Krakatoa is an active volcanic caldera in the Sumatra Strait between Java and Sumatra, Indonesia. Okay. ഇനി നമുക്കറിയാം ഈ ഇന്ത്യയിൽ the region in India where the soil has been formed from the disintegration of lava rocks is the Deccan Plateau. ഇന്ത്യയിലുള്ള ഡെക്കാൻ പ്ലാറ്റോ, ഡെക്കാൻ സമതലം എന്ന് പറയുന്നത് ഫോം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അവിടെയുള്ള സോയിൽ ഫോം ചെയ്തിരിക്കുന്നത് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ലാവ റോക്സ്, ഒരു ലാവ റോക്സിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ വഴിയായിട്ടാണ്. ആ ഒരു കണ്ടൻസ് അവിടുത്തെ സോയിലിൽ നമുക്ക് കൂടുതലായിട്ട് കാണാം. ദെൻ കവറിംഗ് പാർട്സ് ഓഫ് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് ആൻഡ് തമിഴ്നാടു. Then it formed from the weathering of basaltic rocks. Okay, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു എന്താണ് എർത്ത് മൂവ്മെൻറ്റ്സിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. വീണ്ടും നിങ്ങൾ മറന്നു പോകാതിരിക്കാനാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്. എൻഡോജനിക് മൂവ്മെൻറ്റ്സ് ആൻഡ് ദി എക്സോജനിക് മൂവ്മെൻറ്റ്സ്. ഓക്കെ, അതിലെ എൻഡോജനിക് മൂവ്മെൻറ്റ്സ് ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക. എൻഡോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഹാപ്പനിങ് വിതിൻ ദി എർത്ത്. ദെൻ ഇറ്റ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് ആൻഡ് ദി സഡൻ മൂവ്മെൻറ്റ്സ് അല്ലേ? ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ലോ മൂവ്മെൻറ്റ്സ് ആണ്. സഡൻ മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. ഓക്കെ, അതിലെ ഒരു ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് തന്നെ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു എപ്പിറോജനിക് മൂവ്മെൻറ്റ്സ് ആൻഡ് ദി ഹോറോജനിക് മൂവ്മെൻറ്റ്സ്. എപ്പിറോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ലീഡ്സ് ടു ഫോർമേഷൻ ഓഫ് കോണ്ടിനെൻറ്റ്സ് അല്ലേ? കോണ്ടിനെൻറ്റ്സ് ഒക്കെ ഫോം ചെയ്യുന്നതിന് കാരണമാകുന്നതാണ് എന്ത്? എപ്പിറോജനിക് എന്ന് പറയുന്നത്. ദെൻ ഓറോജനിക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? മൗണ്ടെയിൻസ്, ഫോർമേഷൻ ഓഫ് മൗണ്ടെയിൻസ് ഒക്കെ ഫോം ചെയ്യുന്നതാണ് ഓറോജനിക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു കാറ്റഗറി എന്തായിരുന്നു?
സഡൻ മൂവ്മെൻറ്റ്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു സഡൻ മൂവ്മെൻറ്റ്സിൽ പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. പെട്ടെന്ന് സംഭവിക്കുന്നതിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, വോൾക്കാനിസവും അതുപോലെ തന്നെ എർത്ത് ഓക്കെ. അതിൽ വോൾക്കാനിസം അല്ലെങ്കിൽ ഈ വോൾക്കാനോസ് എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഉള്ള ഒരു സഡൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് എർത്ത് ആണ്. ഓക്കെ. അപ്പോൾ ഈ എർത്ത് എന്ന് പറയുന്നത് എന്താ? നിങ്ങൾക്ക് പെട്ടെന്ന് എർത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് മൈൻഡിലോട്ട് വരുന്നത് എന്താണ്? ഭൂമി ഉലുക്കം അല്ലേ, ആ ഒരു ഷേക്ക് ഇപ്പോൾ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം അല്ലേ. അത് പെട്ടെന്ന് പറയുമ്പോൾ തന്നെ അയ്യോ ഭൂമി ഉലുക്കം എന്ന് പറയുമ്പോൾ നമുക്കൊരു പേടി സ്വപ്നമാണ്. നോക്കിക്കേ, earthquakes എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പാർട്ട് ഓഫ് സഡൻ മൂവ്മെൻറ്റ്സ്. earthquakes ആർ ഓൾസോ സഡൻ മൂവ്മെൻറ്റ്സ് ലൈക്ക് വോൾക്കാനിസം. നമ്മളിപ്പോൾ പഠിച്ച വോൾക്കാനിസം പോലെ തന്നെ മറ്റൊരു സഡൻ മൂവ്മെൻ്റ് ആണ് എന്ത്? earthquakes എന്ന് പറയുന്നത്. earthquakes are sudden vibrations or shaking of the earth surface. ഓക്കെ. അപ്പോൾ അതെന്താണെന്നേ, അതായത് സഡൻ വൈബ്രേഷൻസ് ഓർ ഷേക്കിംഗ് ഓഫ് ദി എർത്ത് സർഫേസ്, ഭൂമിയുടെ ഉപരിതലത്തിന് ഉണ്ടാവുന്ന പെട്ടെന്നുള്ളൊരു വൈബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു ഷേക്കിംഗ് ഫീലിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? എർത്ത് എന്ന് വിളിക്കുക. എർത്ത് ഇസ് എ സഡൻ vibrations or shaking of the earth's surface that caused by the movement of rocks or tectonic plates beneath the earth crust. ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് മൂവ്മെൻറ്റ് ഓഫ് റോക്സ് ഓർ ടെക്ടോണിക് പ്ലേറ്റ്സ്. നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ ആ ഒരു ലിതോസ്ഫിയറിൽ നമുക്ക് കുറേ പ്ലേറ്റ്സ് കാണാൻ പറ്റും അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഇതിന് കാരണമാകുന്ന എന്താണ്? റോക്സ് ഓർ ടെക്ടോണിക് പ്ലേറ്റ്സ്. ഈ ഒരു ടെക്ടോണിക് പ്ലേറ്റ്സിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഒരു റോക്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് വഴിയായിട്ട് സംഭവിക്കുന്നതാണ് എന്ത്? ഈ ഒരു എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ. ദ എർത്ത് സർഫേസ് കോസ്ഡ് ബൈ ദി മൂവ്മെൻറ്റ് ഓഫ് റോക്സ് ഓർ ടെക്ടോണിക് പ്ലേറ്റ്സ് ബിനീത്ത് ദി എർത്ത് ക്രസ്റ്റ്. ഭൂമിയുടെ ആ ഒരു ക്രസ്റ്റിൻ്റെയും അതുപോലെ തന്നെ അപ്പർ മാൻറ്റലിൻ്റെ ഇടയിലായിട്ട് നമുക്ക് ലിതോസ്ഫിയർ കാണാനായിട്ട് സാധിക്കും. തന്നെ ഈ ലിതോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ലിതോസ്ഫെറിക് പ്ലേറ്റ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു പ്ലേറ്റ്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് ഒരു ടെക്ടോണിക് മൂവ്മെൻ്റ് എന്ന് വിളിക്കുക. ആ ടെക്ടോണിക് മൂവ്മെൻറ്റ് വഴിയായിട്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ഷെയ്ക്കാണ് അതല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ. earthquakes are sudden vibrations or shaking of the earth's surface that caused by the movement of rocks or tectonic plates beneath the earth crust. Then ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. Why do lithospheric plates slide over the asthenosphere? എന്തുകൊണ്ടാണ് ലിതോസ്ഫെറിക് പ്ലേറ്റ്സ് എസ്തനോസ്ഫിയറിനെ കവർ ചെയ്യുന്നത്, അതിന് മുകളിലൂടെ പോകുന്നത്? ലിതോസ്ഫെറിക് പ്ലേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ആ ഒരു എസ്തനോസ്ഫിയറിക് പ്ലേറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു എസ്തനോസ്ഫിയറിലാണ് എന്ത്? മാഗ്മ ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു ലിതോസ്ഫെറിക് പ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് സ്ലൈഡ് ഓവർ ദി എസ്തനോസ്ഫിയർ ബിക്കോസ് ദി എസ്തനോസ്ഫിയർ ഇസ് എ സെമി മോൾട്ടൺ. എസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഒരു സെമി മോൾട്ടൺ ആണ്, ഉരുകിയ അവസ്ഥയിലാണ്, ഒരു പാതി ഉരുകിയ അവസ്ഥയിലാണ് അവിടെ ഉള്ളത്. ദെൻ സോഫ്റ്റ് ലെയർ ഓഫ് ദി എർത്ത്സ് മാൻറ്റിൽ ദാറ്റ് അലൗസ് ദി റിജിഡ് പ്ലേറ്റ്സ് എബവ് ഇറ്റ് ടു മൂവ്. ഓക്കെ. ദെൻ ദ ലിതോസ്ഫിയർ എന്ന് പറയുമ്പോൾ എർത്ത് ക്രസ്റ്റ് പ്ലസ് അപ്പർ മോസ്റ്റ് മാൻറ്റിൽ. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ്. ഭൂമിയുടെ ക്രസ്റ്റും അതുപോലെ തന്നെ മാൻറ്റിലിൻ്റെ അപ്പർ പോർഷനും കൂടെ ചേരുന്ന ഭാഗമാണ് എന്ത്? ലിതോസ്ഫിയർ എന്ന് പറയുന്നത്. ബിലോ ഇറ്റ് ലൈസ് ദി എസ്തനോസ്ഫിയർ. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? എസ്തനോസ്ഫിയർ ആണ്. ദെൻ വിച്ച് ഈസ് പാർട്ട്ലി മോൾട്ടൺ. അതെന്ന് പറയുന്നത് സെമി മോൾട്ടൺ ആണ്, പാതി ഉരുകിയ അവസ്ഥയിലാണ്, ആൻഡ് പ്ലാസ്റ്റിക് ഇൻ നേച്ചർ. ദെൻ ഹീറ്റ് ഫ്രം ദി എർത്ത്സ് ഇൻറ്റീരിയർ കോസസ് കൺവെക്ഷൻ കറൻസ് ഇൻ ദി എസ്തനോസ്ഫിയർ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് പിന്നീട് എസ്തനോസ്ഫിയറിൽ? അതായത് ഈ ഭൂമിയുടെ ആ ഒരു ഇൻറ്റീരിയർ പോർഷൻ ഉണ്ടല്ലോ, അവിടെ എന്ന് പറയുന്നത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരിക്കും അല്ലെങ്കിൽ നല്ല ഹീറ്റുള്ള ഏരിയ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഹീറ്റ് വരുമ്പോഴത്തേക്ക് ഹീറ്റ് ഫ്രം ദി എർത്ത്സ് ഇൻറ്റീരിയർ കോസസ് കൺവെക്ഷൻ കറൻസ് ഇൻ ദി എസ്തനോസ്ഫിയർ. അതെന്താണ്? ഈ ഒരു എസ്തനോസ്ഫിയറിൽ ഒരു കൺവെക്ഷൻ കറൻസ് ഫോം ചെയ്യുന്നതിന് ലീഡ് ചെയ്യും. ദെൻ ദീസ് കറൻസ് പുഷ് ആൻഡ് പുൾ ദി ലിതോസ്ഫെറിക് പ്ലേറ്റ്സ്. അപ്പോൾ ഈ ഒരു കറൻസ് വരുമ്പോഴത്തേക്കും എന്തായിരിക്കും? ദാറ്റ് പുഷ് ആൻഡ് പുൾ ദി ലിതോസ്ഫെറിക് പ്ലേറ്റ്സ്. ഇതാ ഒരു ലിതോസ്ഫിയറിലുള്ള ലിതോസ്ഫെറിക് പ്ലേറ്റ്സ് ഉണ്ടല്ലോ, ആ പ്ലേറ്റ്സിൽ ഒരു പുഷിങ്ങും പുള്ളിങ്ങും ആ ഒരു പ്ലേറ്റ്സിൽ ഒരു ചലനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇത് ലീഡ് ചെയ്യുന്നു, ഈ ഒരു കറൻസ് വഴിയായിട്ട്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഏറ്റവും മുകളിലായിട്ട് നമുക്കറിയാം ക്രസ്റ്റിനും മാൻറ്റിലിൻ്റെ അപ്പർ പോർഷനും ഇടയിലായിട്ട് എന്തുണ്ട്?
ലിതോസ്ഫെറിക് പ്ലേറ്റ്സ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ലിതോസ്ഫിയർ ഉണ്ട്. ആ ലിതോസ്ഫിയർ എന്ന് പറയുന്നത് ഫുൾ ഓഫ് ലിതോസ്ഫെറിക് പ്ലേറ്റ്സ് ആണ്. ദെൻ അതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള പോർഷനാണ് എന്ത്, എസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. എസ്തനോസ്ഫിയറിൽ നമുക്കൊരു സെമി മോൾട്ടൺ ആയിട്ടുള്ള ഭാഗമാണ് കാണാൻ സാധിക്കുക. ഈ ഒരു എസ്തനോസ്ഫിയറിൽ തന്നെ പിന്നീട് എന്ത് സംഭവിക്കുന്നു, ഹീറ്റ് ഫ്രം ദി എർത്ത്സ് ഇൻറ്റീരിയർ അല്ലേ, ഭൂമിയുടെ ഉള്ളിൽ നിന്നും വരുന്ന ആ ഒരു ചൂട് വഴിയായിട്ട് അവിടെ എന്താണ്, ഒരു കൺവെക്ഷൻ കറൻറ്റ് ഈ ഒരു എസ്തനോസ്ഫിയറിൽ ഉണ്ടാവുന്നു. ഓക്കെ, ആ ഒരു കൺവെക്ഷൻ കറൻറ്റാണ് ഈ ഒരു ലിതോസ്ഫെറിക് പ്ലേറ്റ്സിൽ ഒരു പുഷിങ് അല്ലെങ്കിൽ പുള്ളിങ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നത്. ദെൻ ദാറ്റ് കോസിങ് ദം ടു മൂവ് ഓർ സ്ലൈഡ് സ്ലോലി ഓവർ ദി എസ്തനോസ്ഫിയർ. അതെങ്ങനെയായിരിക്കും, ഈ എസ്തനോസ്ഫിയറിന് മുകളിലൂടെ പതുക്കെ പതുക്കെ മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനുള്ളൊരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വൈ ഡു ലിതോസ്ഫെറിക് പ്ലേറ്റ് സ്ലൈഡ് ഓവർ ദി എസ്തനോസ്ഫിയർ. ഓക്കെ, അതായത് ഈ ഒരു കറൻറ്റ് എസ്തനോസ്ഫിയറിൽ ഫോം ചെയ്യുന്ന ആ ഒരു കറൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് പുഷ് ആൻഡ് പുൾ ദി ലിതോസ്ഫെറിക് പ്ലേറ്റ്സ് ദെൻ കോസിങ് ദം ടു മൂവ് ഓർ സ്ലൈഡ് സ്ലോലി ഓവർ ദി എസ്തനോസ്ഫിയർ. ഓക്കെ, ദെൻ വാട്ട് ആർ ദി മേജർ റീസൺസ് ഫോർ ദിസ് എർത്ത് ഈ ഒരു എർത്ത് മേജർ റീസൺസ് എന്തൊക്കെയാണ്? യാ, എർത്ത് ഹാപ്പൻ ഡ്യൂ ടു ഫ്രിക്ഷൻ ബിറ്റ്വീൻ ലിതോസ്ഫെറിക് പ്ലേറ്റ്സ്. നമ്മൾ പറഞ്ഞല്ലേ, ലിതോസ്ഫിയറിൽ കാണാൻ പറ്റുന്ന ആ ഒരു ലിതോസ്ഫെറിക് പ്ലേറ്റ്സ് ഉണ്ടല്ലോ, അതിലിടയിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ വഴിയായിട്ടാണ് എർത്ത് സംഭവിക്കുക. ദെൻ വെൻ ടു പ്ലേറ്റ്സ് മൂവ് പാസ്റ്റ് ഈച്ച് അതർ ഫ്രിക്ഷൻ ഈസ് ക്രിയേറ്റഡ് അലോങ് ദെയർ എഡ്ജസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിതോസ്ഫെറിക് പ്ലേറ്റ്സ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ എഡ്ജസ് ഉണ്ടല്ലോ, അതിൻ്റെ അറ്റങ്ങൾ തമ്മിൽ ഒന്ന് ക്രാഷ് ചെയ്യും. അത് പാസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അറ്റങ്ങൾ തമ്മിൽ ആ ഒരു എഡ്ജ് പോർഷൻ ഉണ്ടാവുന്ന ഫ്രിക്ഷനെയാണ് ഈ ഒരു എർത്ത് ക്വേക്സിലേക്ക് ലീഡ് ചെയ്യുന്നത്. ദെൻ ദീസ് ഫ്രിക്ഷൻ സ്റ്റോപ്സ് ദി പ്ലേറ്റ്സ് ഫ്രം മൂവിങ് സ്മൂത്ത്ലി അല്ലേ. അപ്പോൾ ഈ ഒരു ഫ്രിക്ഷൻ വരുമ്പോഴത്തേക്കും എന്താണ്, ഈ ഒരു പ്ലേറ്റ്സ് അത്രയും നേരം അത് സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെ ഒരു ഫ്രിക്ഷൻ വരുമ്പോഴത്തേക്കും ഈ ഒരു പ്ലേറ്റിൻ്റെ എഡ്ജസ് തമ്മിൽ ആ ഒരു ക്ലാഷ് വരുമ്പോഴാണ് ഈ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രിക്ഷൻ വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, അത്രയും നേരം സ്മൂത്തായിട്ട് മൂവ് ചെയ്തിരുന്ന പ്ലേറ്റ്സിൽ പതുക്കെ പതുക്കെ എന്ത് സംഭവിക്കും, ചെറിയൊരു വേരിയേഷൻ അല്ലെങ്കിൽ അതൊന്ന് സ്ലോ ആവും അല്ലേ. ദെൻ ദീസ് പ്രഷർ ആൻഡ് എനർജി ബിൽഡപ്പ് ഇൻ ദീസ് ഏരിയാസ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ്, ഇവിടെ ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ ആയിട്ടുള്ള ഒരു എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ദെൻ വെൻ ദി പ്രഷർ ബിക്കംസ് വെരി ഹൈ, അങ്ങനെ ഒരു പ്രഷർ ആ ഒരു ഹൈപ്പിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ദ പ്ലേറ്റ് സഡൻലി മൂവ് ഓർ ബ്രേക്ക്. പെട്ടെന്ന് ആ ഒരു പ്ലേറ്റ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ബ്രേക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും ദീസ് സഡൻ റിലീസ് ഓഫ് എനർജി പ്രൊഡ്യൂസസ് സീസ്മിക് വേവ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സഡൻ എനർജി എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് ഈ ഒരു സർഫേസിലേക്ക് എന്ത് കൊടുക്കുന്നു, ഒരു സീസ്മിക് വേവ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ദീസ് വേവ്സ് റീച്ച് ദി സർഫേസ്. ഈ വേവ്സ് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഷേക്ക് ഫീൽ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു എർത്ത് ക്വേക്സ് നമ്മൾ ഫീൽ ചെയ്യുന്നത് എപ്പോഴാണ്, ഈ ഒരു സീസ്മിക് വേവ്സ് ഇവിടെ നിന്നും ഫോം ചെയ്ത് അത് എർത്തിൻ്റെ സർഫേസിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഷേക്ക് ഫീൽ ചെയ്യുന്നു. ദെൻ സച്ച് ടൈപ്സ് ഓഫ് എർത്ത് ക്വേക്സ് ആർ കോൾഡ് ടെക്ടോണിക് എർത്ത് ക്വേക്ക്. അപ്പോൾ ഇങ്ങനെയാണ് എർത്ത് ക്വേക്സ് മെജോറിറ്റി സംഭവിക്കുന്നത്, ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഉള്ള എർത്ത് ക്വേക്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ടെക്ടോണിക് എർത്ത് ക്വേക്സ്. ഓക്കെ, എർത്ത് ക്വേക്സ് മോസ്റ്റ് കോമൺലി ഫോം ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. വളരെ റെയർ ആയിട്ട് മാത്രമേ മറ്റു പല കാരണങ്ങൾ കൊണ്ട് എർത്ത് ക്വേക്സ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന ആ ഒരു എർത്ത് ക്വേക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ടെക്ടോണിക് എർത്ത് ക്വേക്സ്. കാരണം എന്താണ്, ആ ഒരു ടെക്ടോണിക് ആക്ടിവിറ്റി അല്ലേ. ആ ടെക്ടോണിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ലിതോസ്ഫെറിക് പ്ലേറ്റ്സിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്സ് വഴിയായിട്ടാണ് ഈ ഒരു എർത്ത് ക്വേക്സ് ഉണ്ടാകുന്നത്. ആ പ്ലേറ്റ്സിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ടെക്ടോണിക് മൂവ്മെൻറ്റ്. വളരെ സ്മൂത്തായിട്ട് മൂവ് ചെയ്യുന്നു, പെട്ടെന്ന് അവിടെ ഒരു ആ പ്ലേറ്റ്സിൻ്റെ എഡ്ജസ് തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നു. ആ ഫ്രിക്ഷൻ വരുമ്പോഴത്തേക്കും എന്താണ്, അതൊരു കറണ്ട് പാസ് ചെയ്യുന്നു. അങ്ങനെ അതുവഴിയായിട്ട് സീസ്മിക് എനർജി വരുന്നു. ഈ ഒരു സീസ്മിക് എനർജി എർത്തിൻ്റെ സർഫേസിലേക്ക് എത്തുമ്പോഴത്തേക്കുമാണ് നമുക്ക് ആ ഒരു ഷേക്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു എർത്ത് ക്വേക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ടെക്ടോണിക് എർത്ത് ക്വേക്ക്. Then the point inside the earth from which the energy is released called the focus or hypocenter. അപ്പോൾ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു എർത്തിൻ്റെ ആ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഫോക്കസ് ഓർ ഹൈപ്പോസെൻറ്റർ എന്ന് പറയും. Then the point on the earth surface directly above the focus is called the epicenter. ഓക്കെ, ഇനി ആ ഒരു പോയിന്റിലാണ് ഈ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് തൊട്ട് മുകളിലുള്ള പോർഷനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, എപ്പിസെൻറ്റർ എന്ന് വിളിക്കുന്നു. ദെൻ ദി എപ്പിസെൻറ്റർ ഈസ് ക്ലോസസ്റ്റ് ടു ദി ഹൈപ്പോസെൻറ്റർ ആൻഡ് ഇറ്റ് ഈസ് ദി പോയിന്റ് ദാറ്റ് സീസ്മിക് വേവ്സ് റീച്ച് ഫസ്റ്റ്.
അപ്പോൾ നമ്മൾ പറഞ്ഞ് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുമ്പം തന്നെ ഇത് ആദ്യം ചെല്ലുന്നത് എവിടേക്കാണ്? ഈ ഒരു സെയ്സ്മിക് വേവ്സ് എന്ന് പറയുന്നത് അത് ആദ്യം എത്തുന്നത് എവിടെയായിരിക്കും? ഈ ഒരു ഹൈപ്പോ സെൻറ്ററിലാണ് അല്ലേ? അപ്പോൾ ഈ ഒരു എനർജി ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? the point inside the earth from which the energy is released is called the focus or hypocenter. നമുക്ക് ഫീൽ ചെയ്യുന്നത് ഹൈപ്പോസെൻറ്ററിൽ എത്തുമ്പോഴത്തേക്കുമാണ്. അതിന് മുമ്പായിട്ട് ഇത് വരുന്നത് എവിടെയാണ്? എബവ് ദി ഫോക്കസ് ഈസ് കോൾഡ് ദി എപ്പിസെൻറ്റർ. എപ്പിസെൻറ്ററിൽ നിന്നാണ് അത് ഹൈപ്പോസെൻറ്ററിലേക്ക് എത്തുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അങ്ങനെ എൻഡോജനിക് മൂവ്മെൻറ്റ്സ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഓർത്തിരിക്കുക, എൻഡോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് ആൻഡ് ദി സഡൻ മൂവ്മെൻറ്റ്സ്. ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ലോ മൂവ്മെൻറ്റ്സ് ആയിരുന്നു. ദെൻ സഡൻ മൂവ്മെൻറ്റ്സ്, സ്ലോ മൂവ്മെൻറ്റ്സിന് തന്നെ നമ്മൾ എപ്രോജനിക് ഓറോജനിക് കണ്ടു. അതിനുശേഷം സഡൻ മൂവ്മെൻറ്റ്സിൽ നമ്മൾ ഓൾക്കാനിസവും അതുപോലെ എർത്ത് ക്വേക്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ആണ് എക്സോജനിക് മൂവ്മെൻറ്റ്സ്. ഇനി എന്തായിരിക്കും ഈ എക്സോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്? എൻഡോജനിക് മൂവ്മെൻറ്റ്സ് ദാറ്റ് ഹാപ്പനിങ് വിതിൻ ദി എർത്ത് ആൻഡ് ദി എക്സോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സം ഫോഴ്സസ് ദാറ്റ് കോസസ് ദ മൂവ്മെൻറ്റ്സ് ഓൺ ദി എർത്ത് സർഫേസ്. ഭൂമിയുടെ ഉപരിതലത്തിൽ സംഭവിക്കുന്ന മൂവ്മെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സോജനിക് മൂവ്മെൻറ്റ്സ്. ദെൻ ദാറ്റ് കോസ്ഡ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സസ് ലൈക്ക് റണ്ണിങ് വാട്ടർ, ഗ്ലേഷ്യേഴ്സ്, വിൻഡ്, വേവ്സ്, ഗ്രാവിറ്റി ആൻഡ് കെമിക്കൽ ആക്ഷൻസ്. ഓക്കെ, ഇനി ഈ ഒരു എക്സോജനിക് മൂവ്മെൻറ്റ്സിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? അതിനുള്ള ഒരു കോസസ് എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ റണ്ണിങ് വാട്ടർ, ഒഴുക്കുജലം, അതുപോലെ തന്നെ ഹിമകണങ്ങൾ, ഗ്ലേഷ്യേഴ്സ് ഉണ്ട്, വിൻഡ് ഉണ്ട്, വേവ്സ് ഉണ്ട്, ഗ്രാവിറ്റി ആൻഡ് കെമിക്കൽ ആക്ഷൻസ്. ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ എക്സോജനിക് മൂവ്മെൻറ്റ്സിനുള്ള മേജർ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, മേജർ കോസസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: റണ്ണിങ് വാട്ടർ, ഗ്ലേഷ്യേഴ്സ്, വിൻഡ്, വേവ്സ്, ഗ്രാവിറ്റി ആൻഡ് കെമിക്കൽ ആക്ഷൻസ്. ദെൻ ഇതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്? എക്സോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്? അത് എങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഭൂമിയുടെ ഉപരിതലത്തിൽ അല്ലേ, ഓൺ എർത്ത് സർഫേസിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ആ ഒരു മൂവ്മെൻറ്റിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് റണ്ണിങ് വാട്ടർ, ഗ്ലേഷ്യേഴ്സ്, വിൻഡ്, വേവ്സ്, ഗ്രാവിറ്റി ആൻഡ് കെമിക്കൽ ആക്ഷൻസ് ആണെന്നുള്ളത് മനസ്സിലായി. ദെൻ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? വെതറിങ്, ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിപ്പോസിഷൻ ഓഫ് മെറ്റീരിയൽസ്. ഇപ്പം നമ്മൾ സഡൻ മൂവ്മെൻറ്റ്സിൽ രണ്ട് കാര്യങ്ങൾ കണ്ടു. സഡൻ മൂവ്മെൻറ്റ്സിൽ സംഭവിക്കുന്ന രണ്ടെണ്ണമാണ് ഓൾക്കാനിസവും അതുപോലെ തന്നെ എർത്ത് ക്വേക്സും. എന്ന് പറഞ്ഞതുപോലെ എക്സോജനിക് മൂവ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാരണങ്ങളാണ് എന്തൊക്കെ? വെതറിങ് അല്ലേ? വെതറിങ് എന്ന് പറയുന്നത് എക്സോജനിക് മൂവ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. അതായത് നമ്മൾ ഒരു ശിലകളൊക്കെ പൊടിയുക എന്ന് പറയും, അതാണ് വെതറിങ് എന്ന് പറയുന്നത്. ദെൻ ഇറോഷൻ, ദെൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിപ്പോസിഷൻ ഓഫ് മെറ്റീരിയൽ. Okay, weathering, erosion, transportation and deposition of material, that is the result of exogenic movements. Then the formation of plains, valleys, deltas and sand dunes etc. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വഴിയായിട്ട് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? ദ ഫോർമേഷൻ ഓഫ് പ്ലെയിൻസ്. ഇതൊക്കെ ഈ ഒരു പ്രോസസ്സ് വഴിയായിട്ട്, ഈ ഒരു എക്സോജനിക് പ്രോസസ്സിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പ്ലെയിൻസ് ഒക്കെ ഫോം ചെയ്യത്തില്ലേ? സമതല പ്രദേശങ്ങൾ, അതുപോലെ താഴ്വരകൾ, പിന്നെ ഡെൽറ്റാസ്, ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു എക്കൽക്കൂട്ടമാണ് ഡെൽറ്റാസ് എന്ന് പറയുന്നത്. അതുപോലെ സാൻഡ് ഡൂൺസ് ഒക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ഈ പറയുന്ന ഈ ഒരു റിസൾട്ട് വഴിയായിട്ട് സംഭവിക്കുന്ന എക്സോജനിക് മൂവ്മെൻറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. അല്ലെങ്കിൽ എക്സോജനിക് മൂവ്മെൻറ്റ്സ് വഴിയായിട്ട് സംഭവിച്ചിട്ടുള്ള ലാൻഡ് ഫോംസ് ആണ് ഈ പറഞ്ഞ പ്ലെയിൻസ്, വാലീസ്, ഡെൽറ്റാസ് ആൻഡ് സാൻഡ് ഡൂൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദി exogenic movements are classified into 3: weathering, erosion, transportation and deposition, അതുപോലെ mass wasting. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സോജനിക് മൂവ്മെൻറ്റ്സിനെ നമ്മളിങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: വെതറിങ്, ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിപ്പോസിഷൻ ആൻഡ് മാസ് വേസ്റ്റിംഗ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ വെതറിങ് എന്ന് പറയുമ്പോൾ എന്താ? നമുക്കറിയാം, ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ടെമ്പറേച്ചർ ചേഞ്ചസ്, മോളിക്കുലർ സ്ട്രെസ് ആൻഡ് ബയോകെമിക്കൽ ആക്ഷൻസ്. വെതറിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റോക്സൊക്കെ അവർ പൊടിയുന്ന, ശിലകളൊക്കെ പൊടിയുന്നതിനെ നമ്മൾ വെതറിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഒരു പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സസിലുള്ള ചേഞ്ചസ് ആവാം, അല്ലെങ്കിൽ ടെമ്പറേച്ചറിലുള്ള ചേഞ്ചസ് ആവാം, മോളിക്കുലർ സ്ട്രെസ്, അതുപോലെ തന്നെ ബയോകെമിക്കൽ ആക്ഷൻസ് ഒക്കെ വഴിയായിട്ട് സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? വെതറിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിപ്പോസിഷൻ. ദ
kinetic energy of running water, glaciers, wind and waves and the action of groundwater. ഓക്കെ, അപ്പോൾ ഒരു കൈനറ്റിക് എനർജി ഓഫ് റണ്ണിങ് വാട്ടർ, അതുപോലെ ഗ്ലേഷ്യേഴ്സ്, വിൻഡ് ആൻഡ് വേവ്സ് ആൻഡ് ദി ആക്ഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഇസ് ദി റീസൺ ഫോർ ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിപ്പോസിഷൻ. ദെൻ ഫൈനൽ വൺ മാസ് വേസ്റ്റിംഗ്. മാസ് വേസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അത് സംഭവിക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴിയായിട്ടാണ്. ദെൻ എന്താണ് വെതറിങ്? ഇനിയിപ്പം വെതറിങ് എന്താണെന്ന് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണേ. നോക്കിക്കേ, വെതറിങ്, എർത്ത് ഹാസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സ് and that have been subjected to various changes over a long period of time. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഭൂമിയിൽ എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോക്സ് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. Okay, the earth has different types of rocks and that have been subjected to various changes. ഭൂമിയിൽ നമുക്ക് പലതരത്തിലുള്ള റോക്സ് അല്ലെങ്കിൽ പാറകൾ കാണാം, പല ഷേപ്പിലുള്ള നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അതെന്ന് പറയുന്നത് എന്താണ്? ഹാവ് സബ്ജക്റ്റഡ് ടു വേരിയസ് ചേഞ്ചസ് അല്ല, അതിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടാവും. ദെൻ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം, ഒരുപാട് കുറേ വർഷങ്ങളെടുത്ത് ഈ ഒരു പാറകൾക്ക് എപ്പോഴും രൂപമാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ദെൻ ബിക്കോസ് ഓഫ് സെർട്ടൈൻ എക്സോജനസ് ഫോഴ്സസ്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? ഈ ഒരു റോക്സിനൊക്കെ ഇങ്ങനെ ചേഞ്ചസ് വരാനുള്ള കാരണം എന്താണ്? ബിക്കോസ് ഓഫ് സെർട്ടൈൻ എക്സോജനസ് ഫോഴ്സസ് അല്ലേ. കുറേ എക്സോജനസ് ഫോഴ്സസ് വഴിയായിട്ട് സംഭവിക്കുന്ന മാറ്റങ്ങളാണിവ. സെർട്ടൈൻ എക്സോജനസ് ഫോഴ്സസ്. റോക്സ് ആർ മെക്കാനിക്കലി ഡിസിൻറ്റഗ്രേറ്റഡ് ഓർ കെമിക്കലി ഡീകമ്പോസ്ഡ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ റോക്സ് എന്ന് പറയുന്നത് അത് മെക്കാനിക്കലി or disintegrated or chemically decomposed അല്ലേ. Then the process that bring about these chemical and mechanical changes in rocks are called weathering. അപ്പോൾ അങ്ങനെ ഈ ഒരു റോക്സിൽ ഉണ്ടാവുന്ന ഈ ഒരു കെമിക്കലായിട്ടുള്ള ആ ഒരു കെമിക്കൽ ആക്ഷൻസ് വഴിയായിട്ടാവാം, അല്ലെങ്കിൽ ആ ഒരു അതിന് മെക്കാനിക്കൽ ചേഞ്ചസ് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ കുറേ ടൈം എടുത്ത് ഈ പാറകൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു രൂപമാറ്റത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വെതറിങ് അല്ലേ. ദ പ്രോസസ് ദാറ്റ് ബ്രിങ് അബൌട്ട് ദീസ് കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ ചേഞ്ചസ് ഇൻ റോക്സ്. ഈ റോക്സിൽ ഉണ്ടാവുന്ന കെമിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ചേഞ്ചസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വെതറിങ് അല്ലേ. ദ പ്രോസസ് ദാറ്റ് ബ്രിങ് അബൌട്ട് ദീസ് കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ ചേഞ്ചസ് ഇൻ റോക്സ് ആർ കോൾഡ് വെതറിങ്. ദെൻ നോക്കിക്കേ, വെതറിങ് ഇസ് ദി പ്രോസസ് ബൈ വിച്ച് റോക്സ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോളർ പീസസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, വെതറിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഓർക്കേണ്ടത് ഈ റോക്സ് പാറകൾ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് പൊടിയുന്ന സിറ്റുവേഷൻ അല്ലേ, അല്ലെങ്കിൽ അത് ബ്രോക്ക് ഡൗൺ ആവുന്നതിനെയാണ്, വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ബ്രോക്ക് ഡൗൺ ആവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വെതറിങ് എന്ന് വിളിക്കുക. വെതറിങ് ഈസ് ദി പ്രോസസ് ബൈ വിച്ച് റോക്സ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോളർ പീസസ് ബൈ നാച്ചുറൽ ഫോഴ്സസ്. പക്ഷേ അത് എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത്? ആ റോക്സ് എന്ന് പറയുന്നത് ബ്രോക്കൺ ഡൗൺ ആവുന്നത് എങ്ങനെയാണ്? നാച്ചുറൽ ഫോഴ്സസ് വഴിയായിട്ടാണ് അല്ലേ. ബൈ ദി നാച്ചുറൽ ഫോഴ്സസ് ലൈക്ക് ടെമ്പറേച്ചർ ചേഞ്ചസ് ആൻഡ് വാട്ടർ, വിൻഡ് ഓർ പ്ലാന്റ്സ് അല്ലേ. ഒരുപക്ഷെ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആവും, അല്ലെങ്കിൽ വാട്ടർ, വിൻഡ് ഓർ പ്ലാന്റ്സ്, ഇതൊക്കെ വഴിയായിട്ട് സംഭവിക്കുന്നതാണ് വെതറിങ്. ഓക്കെ, then this weathering are classified into three: physical weathering, chemical weathering and biological weathering. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു വെതറിങ് എന്ന് പറയുമ്പോൾ ആ ഒരു റോക്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അത് മെക്കാനിക്കൽ ആവാം, കെമിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ആവും. ദെൻ ഈ ഒരു വെതറിങ്ങിനെ തന്നെ നമുക്ക് 3 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും: ഫിസിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ് ആൻഡ് ബയോളജിക്കൽ വെതറിങ്. ഓക്കെ, ദിസ് weathering are classified into 3: physical, chemical and biological.
Okay, then weathering is classified into 3: physical weathering, chemical weathering and biological weathering. Then the physical weathering is defined as due to temperature changes, rock minerals expand and contract. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു ഫിസിക്കൽ വെതറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അത് സംഭവിക്കുന്നത് എങ്ങനെയായിരിക്കും? ഡ്യൂ ടു ടെമ്പറേച്ചർ ചേഞ്ചസ്, ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ ഈ റോക്ക് മിനറൽസ്, റോക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിനകത്ത് ഉറപ്പായിട്ട് മിനറൽസ് ഉണ്ടാവും. ഈ ഒരു മിനറൽസിൻ്റെ ആ ഒരു സ്ട്രക്ചറിലൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ് ആവാം, ഓർ അത് എക്സ്പാൻഡ് ചെയ്യുന്നതാവാം, കോൺട്രാക്ട് ചെയ്യുന്നതാവാം. ഓക്കെ, അല്ല എക്സ്പാൻഡ് ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് റോക്ക് മിനറൽസ് ഓർ ടെമ്പറേച്ചർ ചേഞ്ചസ് ദാറ്റ് ലീഡ്സ് ടു ഫിസിക്കൽ വെതറിംഗ്. ഓക്കെ, അപ്പോൾ ഒരു ഫിസിക്കൽ വെതറിങ്ങിനുള്ള റീസൺസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ടെമ്പറേച്ചറിലുള്ള ചേഞ്ചസ് ഒരു റീസൺ ആണ്, അതുപോലെ റോക്ക് മിനറൽസ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ദെൻ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ദിസ് ലീഡ്സ് ടു ദി ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്സ്. ഇതിങ്ങനെ കുറേ നാളിങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഒരു റോക്സിൽ ഡിസിൻറ്റഗ്രേഷൻ ഉണ്ടാവും. ദെൻ ഇൻ അഡീഷൻ വെൻ വാട്ടർ ഗെറ്റ്സ് ട്രാപ്ഡ് ഇൻസൈഡ് ദി ക്രാക്സ് ഓഫ് റോക്സ് ആൻഡ് ഫ്രീസസ് ഇൻ ടു ഐസ്. ഇനി ഇതിനിടയിലൂടെ ജലം കയറിയാൽ എന്ത് സംഭവിക്കും? വെള്ളം കയറി കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അത് ഫ്രീസ് ചെയ്യും അല്ലേ, ഫ്രീസസ് ഇൻ ടു ഐസ്. ദെൻ ഇറ്റ് എക്സ്പാൻഡ്സ്. ദീസ് കോസസ് ദി ക്രാക്സ് ടു വൈഡൻ ആൻഡ് ഗ്രാജുവലി ബ്രേക്സ് ദി റോക്സ് എപ്പാർട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഫൈനലി ഈ റോക്സ് പിന്നീട് ബ്രോക്ക് ഡൗൺ ആവും അല്ലേ, ബ്രേക്സ് ദി റോക്സ് എപ്പാർട്ട്. ഇതാണ് ഫിസിക്കൽ വെതറിങ് വഴിയായിട്ട് സംഭവിക്കുന്നതെന്ന് പറയുന്നത് അല്ലേ. ഫിസിക്കൽ വെതറിങ്ങിനുള്ള മെയിൻ റീസൺസ് എന്തൊക്കെയായിരിക്കും? ടെമ്പറേച്ചറിലുള്ള ചേഞ്ചസ് ആവാം, അല്ലെങ്കിൽ റോക്ക് മിനറൽസ് എക്സ്പാൻഡ് ചെയ്യുന്നതാവാം, കോൺട്രാക്ഷൻ ഉണ്ടാകുന്നതാവാം. ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ലീഡ്സ് ടു ദി ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്സ്. റോക്സിൽ ഡിസിൻറ്റഗ്രേഷൻ ഉണ്ടാവും. ദെൻ ഇൻ അഡീഷൻ വെൻ വാട്ടർ ഗെറ്റ്സ് ട്രാപ്ഡ് ഇൻസൈഡ് ദി ക്രാക്സ് ഓഫ് റോക്സ് ആൻഡ് ഫ്രീസസ് ഇൻ ടു ഐസ്. ഓക്കെ, ദെൻ ദി കെമിക്കൽ വെതറിങ്. ഓക്കെ, ഫിസിക്കൽ വെതറിങ്. നെക്സ്റ്റ് വൺ കെമിക്കൽ വെതറിങ്. കെമിക്കൽ വെതറിങ് എന്ന് പറയുമ്പോൾ എങ്ങനെ സംഭവിക്കുന്നതായിരിക്കും? ഉറപ്പായിട്ടും കുറേ കെമിക്കൽസ് ഉണ്ടാവും അല്ലേ, ലൈക്ക് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് അതർ സബ്സ്റ്റൻസസ് എൻഗേജ് ഇൻ കെമിക്കൽ റിയാക്ഷൻസ് വിത്ത് ദി മിനറൽസ് ഇൻ റോക്സ്. ഓക്കെ, അതായത് ഈ ഒരു റോക്സിനുള്ളിലുള്ള മിനറൽസ് ഉണ്ടല്ലോ, അതുമായിട്ട് കുറേ കെമിക്കൽ റിയാക്ഷൻസ് വരുമ്പോഴത്തേക്കും ഓക്സിജൻ ആവാം, കാർബൺ ഡൈ ഓക്സൈഡ് ആവാം, വാട്ടർ ആവാം, ആൻഡ് അതർ സബ്സ്റ്റൻസസ് എൻഗേജ് ഇൻ കെമിക്കൽ റിയാക്ഷൻസ് വിത്ത് ദി മിനറൽസ് ഇൻ റോക്സ്. ദെൻ ദാറ്റ് ലീഡിങ് ടു ദി കെമിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ്. അപ്പോൾ ഈ ഒരു മിനറൽസുമായിട്ട്, ഈ റോക്സിൽ ഓൾറെഡി ഉള്ള മിനറൽസുമായിട്ട് ഈ ഒരു കെമിക്കൽ കമ്പൗണ്ട്സ് ഉണ്ടല്ലോ, ആ ഒരു കമ്പൗണ്ട്സും കൂടെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? അവിടെ കെമിക്കൽ വെതറിങ് ഉണ്ടാകുന്നു. കെമിക്കൽ വെതറിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ റോക്സിൽ ചെറിയ ചെറിയ ഹോള് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ദി ബയോളജിക്കൽ വെതറിങ്. ബയോളജിക്കൽ വെതറിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഉറപ്പായിട്ടും അത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ദ പ്രൊട്രൂഷൻ ഓഫ് പ്ലാന്റ് റൂട്ട്സ് ത്രൂ ദി ക്രാക്സ് ഇൻ റോക്സ്. നമുക്കറിയാം ഈ പാറകൾക്കിടയിലൂടെയൊക്കെ മരത്തിൻ്റെ വേരുകളൊക്കെ വളർന്നു പോകുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ പാറയിടുക്കിലൊക്കെ ചില മരങ്ങളൊക്കെ വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ദ ബറോവിങ് ഓഫ് ആനിമൽസ് ദാറ്റ് മേക്ക് ഹോൾസ് ഇൻ റോക്സ്. അതുപോലെ ഈ ഒരു ആനിമൽസ് കുറേ നാൾ പരിശ്രമിച്ച് റോക്സിന് ഉള്ളിലൊക്കെ ഹോൾസുകളൊക്കെ ഉണ്ടാക്കും. ദെൻ ആൻഡ് ദി ഡെക്കേ ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ റിമെയിൻസ് ഓൾസോ കോസ് ദി ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്സ്. അപ്പോൾ ഇതുപോലെയുള്ള പ്ലാന്റ്സും ആനിമൽസും ഒക്കെ വഴിയായിട്ട് റോക്സിൽ കുറേ വർഷങ്ങളെടുത്ത് ചേഞ്ചസ് വരുവാണെങ്കിൽ ദാറ്റ് ലീഡ്സ് ടു ബയോളജിക്കൽ വെതറിങ്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ബയോളജിക്കൽ വെതറിങ്. ദെൻ ദിസ് വെതറിങ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3: ഫിസിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ് ആൻഡ് ബയോളജിക്കൽ വെതറിങ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സോജനിക് മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? എർത്തിൻ്റെ സർഫേസിൽ സംഭവിക്കുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സസ് വഴി ചേഞ്ചസിനെയാണ് നമ്മൾ എക്സോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് വിളിക്കുക. എക്സോജനിക് മൂവ്മെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു വെതറിങ്, ഇറോഷൻ, ഡിപ്പോസിഷൻ, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഫൈനലി മാസ് വേസ്റ്റിംഗ് അല്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എക്സോജനിക് മൂവ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് വെതറിങ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. വെതറിങ്ങിൽ തന്നെ 3ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്: ഫിസിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ് ആൻഡ് ബയോളജിക്കൽ വെതറിങ്. ദെൻ ദി നെക്സ്റ്റ് വൺ ഇറോഷൻ. ഇറോഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് മീൻസ് the wearing away and removal of rock and soil by natural agents like water, wind, ice or waves. എന്നുവെച്ചാൽ എന്താ? ഈ ഒരു നാച്ചുറൽ ഏജൻസ് ആയിട്ടുള്ള ഈ ഒരു ജലമോ അല്ലെങ്കിൽ വിൻഡ് ആവാം അല്ലെങ്കിൽ ഐസ് ആവാം, ഇതുവഴിയായിട്ട് ഈ ഒരു റോക്സ് അല്ലെങ്കിൽ അവസാദങ്ങളൊക്കെ
അവിടെ നിന്നും റിമൂവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇറോഷൻ എന്ന് പറയുക. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ഈ ഒരു റോക്സ് ആവാം, അതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാവാം, മണ്ണാവാം, സോയിലോ അല്ലെങ്കിൽ റോക്സ് പൊടിഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ കല്ലുകളൊക്കെ ആവാം, അതൊരു ഏരിയയിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ഫോഴ്സസ് ഒക്കെ വഴിയായിട്ട് അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇറോഷൻ. ഇറോഷൻ മീൻസ് വിയറിങ് എവേ ആൻഡ് റിമൂവൽ ഓഫ് റോക്ക് ആൻഡ് സോയിൽ ബൈ നാച്ചുറൽ ഏജൻസ്. അത് മനുഷ്യനായിട്ട് ചെയ്യുന്ന കാര്യമാണോ? അല്ല. നാച്ചുറൽ ഏജൻസ് ആയിട്ടുള്ള ഒരുപക്ഷെ ജലമാകാം, അല്ലെങ്കിൽ വിൻഡ് ആവാം, അതും അല്ലെങ്കിൽ ഐസ് ഓർ വേവ്സ് ആവാം. ഇതുവഴിയായിട്ട് ഈ ഒരു സോയിൽ അല്ലെങ്കിൽ റോക്സ് ഒരു സ്ഥലത്ത് നിന്ന് മാറുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇറോഷൻ. ഇപ്പം നമുക്കറിയാം റിവർ കട്ടിങ് വാലീസൊക്കെ അങ്ങനെ വരുന്നതാണ് അല്ലേ? അപ്പോൾ ഈ ഒരു നദി ഒഴുകുന്ന സമയത്ത് ഒഴുകിക്കൊണ്ട് വരുന്നതാണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അത് മൂവ് ചെയ്യുന്നു, അതാണ് ഇറോഷൻ എന്ന് പറയുന്നത്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ എന്തായിരിക്കും? ഇത് നമ്മൾ പറഞ്ഞു ഒരു സ്ഥലത്ത് നിന്ന് മാറ്റുക അല്ലേ? സോയിലാവാം, റോക്സ് ആവാം, അവിടെ നിന്ന് മൂവ് ചെയ്യുന്നു, അതാണ് ഇറോഷൻ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ഈസ് ദി ക്യാരിങ് ഓഫ് ഇറോഡഡ് മെറ്റീരിയൽസ് ലൈക്ക് സാൻഡ് ആൻഡ് മഡ് ബൈ റിവേഴ്സ്, വിൻഡ് ഓർ ഗ്ലേഷ്യേഴ്സ്. ഓക്കെ, ഇനി ഇത് ഒഴുക്കിക്കൊണ്ട് വരുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ആ വരുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? വരികയാണല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? അത് ക്യാരി ചെയ്തുകൊണ്ട് വരികയാണ്. ഈ പറയുന്ന റിവേഴ്സ് ആവാം, വിൻഡ് ആവാം, ഗ്ലേഷ്യേഴ്സ് ആവാം, ദാറ്റ് ഇറോഡഡ് മെറ്റീരിയൽസ് ലൈക്ക് സാൻഡ് ആൻഡ് മഡ്. ഓക്കെ, അതിങ്ങനെ മൂവ് ചെയ്യുന്ന ആ ഒരു മൂവ്മെൻ്റ് ആണ് എന്ത്? ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ഇറോഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് റിമൂവ് ചെയ്യുന്നു, മാറ്റുന്നു. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന റിമൂവ് ചെയ്ത സാധനം കൊണ്ട് ഈ പറയുന്ന റിവേഴ്സും വിൻഡും ഗ്ലേഷ്യേഴ്സും ഒക്കെ സഞ്ചരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ട്രാൻസ്പോർട്ടേഷൻ എന്ന് വിളിക്കുക. ദെൻ നെക്സ്റ്റ് വൺ, ഡിപ്പോസിഷൻ. ഡിപ്പോസിഷൻ എന്താണെന്ന് നോക്കിക്കേ. ഇറ്റ് ഒക്കേഴ്സ് വെൻ ട്രാൻസ്പോർട്ടിംഗ് ഏജൻറ്റ്സ് ലോസ് എനർജി ആൻഡ് ഡ്രോപ്പ് ദി മെറ്റീരിയൽസ് ദേ ക്യാരി. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ വിൻഡും അതുപോലെ റിവറും ഒക്കെ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ട് വരികയാണല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഒഴുകിക്കൊണ്ട് വരുന്നതിനിടയിൽ ഇതിൻ്റെ എനർജി തീർന്നു കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇതെവിടെയെങ്കിലും നിക്ഷേപിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിപ്പോസിഷൻ അല്ലേ. ഡിപ്പോസിഷൻ ഒക്കേഴ്സ് വെൻ ട്രാൻസ്പോർട്ടിംഗ് ഏജൻറ്റ്സ് ലോസ് എനർജി ആൻഡ് ഡ്രോപ്പ് ദി മെറ്റീരിയൽസ് ദേ ക്യാരി. അവർ ക്യാരി ചെയ്യുന്ന മെറ്റീരിയൽസ് എവിടെയെങ്കിലും അവർ നിക്ഷേപിക്കുന്നതിനെയാണ് നമ്മൾ ഡിപ്പോസിഷൻ എന്ന് വിളിക്കുക. ദെൻ ഇപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇപ്പം എന്തൊക്കെയായിരുന്നു? വെതറിങ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിനുശേഷം എന്തൊക്കെയായിരുന്നു? ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിപ്പോസിഷൻ. ഇതൊരു കാറ്റഗറി ആയിരുന്നു. ദെൻ ദി നെക്സ്റ്റ് കാറ്റഗറിയാണ് എന്ത്? മാസ് വേസ്റ്റിംഗ്. മാസ് വേസ്റ്റിംഗ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് എക്സോജനിക് മൂവ്മെൻറ്റ്സ്. ഓക്കെ, നോക്കിയേ. മാസ് വേസ്റ്റിംഗ് ഈസ് ദി ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഓഫ് സോയിൽ ആൻഡ് റോക്സ്. ഈ ഒരു സോയിലിൻ്റെയും റോക്സിൻ്റെയൊക്കെ ഡൗൺവേർഡ് മൂവ്മെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മാസ് വേസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ that due to gravity without water or wind. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഡ്യൂ ടു ഗ്രാവിറ്റി, ആ ഒരു ഫോഴ്സ്ഡ് ബൈ ഗ്രാവിറ്റി വഴിയായിട്ട് സംഭവിക്കുന്നതാണ്, അല്ലാതെ ജലമോ വിൻഡോ വഴിയായിട്ട് ഉണ്ടാകുന്നതല്ല. അതിന് എക്സാമ്പിളാണ് എന്ത്? ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ മാസ് വേസ്റ്റിംഗ്. മാസ് വേസ്റ്റിംഗ് ഈസ് ദി ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഓഫ് സോയിൽ ആൻഡ് റോക്സ്. സോയിലും മണ്ണും പാറയൊക്കെ താഴേക്ക് ഒലിച്ചു പോകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മാസ് വേസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഒരിക്കലും ജലമോ കാറ്റോ ഒന്നുമല്ല അതിന് കാരണമാകുന്നത്. പിന്നെ അതിനുള്ള റീസൺ എന്തായിരിക്കും? ഗ്രാവിറ്റി വഴിയായിട്ട് സംഭവിക്കുന്നതാണ് മാസ് വേസ്റ്റിംഗ്. നോക്കിയേ, വാട്ട് ആർ ദി മേജർ ഡിഫറൻസ്? ഇനി നമ്മൾ ഏതാനും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെ ചാപ്റ്റർ തന്നെ എന്തായിരുന്നു? ദി ചേഞ്ചിങ് എർത്ത് അല്ലേ, മാറുന്ന ഭൂമി. നമുക്കറിയാം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടിട്ടുള്ള ഭൂമിയാണോ ഇപ്പോൾ നമ്മൾ കാണുന്നത്? അല്ല, എല്ലായ്പ്പോഴും ഇവിടെ ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഭൂമിയിലുള്ള ഈ ഒരു മാറ്റങ്ങൾക്ക് ഭൂമി മാറ്റത്തിന് കാരണമാവുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? ഭൂമിയിൽ നമുക്കറിയാം എല്ലാ സ്ഥലവും ഒരുപോലെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എല്ലാം പ്ലെയിൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇവിടെ നമുക്ക് ഒരുപാട് ലാൻഡ് ഫോംസ് കാണാൻ സാധിക്കും അല്ലേ. റിവേഴ്സ് ഉണ്ട്, മൗണ്ടെയിൻസ് ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്, ഡെക്കാൻ പ്ലേറ്റോസ് ഉണ്ട് അല്ലേ, പ്ലേറ്റോസ് ഉണ്ട്. അങ്ങനെ പല ലാൻഡ് ഫോംസും നമുക്കിവിടെ
കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ എല്ലാ രീതിയിലും ഒരു ചേഞ്ചസ് എപ്പോഴും ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനൊരു ജോഗ്രഫിക്കൽ പ്രോസസ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും അല്ലേ. ഇനി ഈ ഒരു ചേഞ്ചസിന് കാരണമാകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എർത്ത് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. എർത്ത് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഭൂമിയിൽ സംഭവിക്കുന്ന ചില അപ്സ് ആൻഡ് ഡൗൺസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എർത്ത് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അപ്സ് ആൻഡ് ഡൗൺസിന് കാരണമാകുന്ന ഈ ഒരു മൂവ്മെൻറ്റ്സിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് രണ്ടായിട്ട്. അതെന്തൊക്കെയായിരുന്നു? എക്സോജനിക് മൂവ്മെൻറ്റ്സ് ആൻഡ് ദി എൻഡോജനിക് മൂവ്മെൻറ്റ്സ് അല്ലേ. അതിൽ നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? എൻഡോജനിക് മൂവ്മെൻറ്റ്സ് ആണല്ലേ. എൻഡോജനിക് മൂവ്മെൻറ്റ്സ് ആർ എഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 2. എൻഡോജനിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദാറ്റ് ഹാപ്പനിങ് വിതിൻ ദി എർത്ത്, ഭൂമിക്കുള്ളിൽ തന്നെ സംഭവിക്കുന്നതാണല്ലേ. ദാറ്റ് ക്ലാസിഫൈഡ് ഇൻറ്റു 2 എന്തൊക്കെയായിരുന്നു? സ്ലോ മൂവ്മെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ സഡൻ മൂവ്മെൻറ്റ്സും ഉണ്ട് അല്ലേ. ഈ ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് ആർ എഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 2. ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ് സംഭവിക്കുന്നത്? ക്രസ്റ്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്, ക്രസ്റ്റിൽ ഉണ്ടാവുന്ന മൂവ്മെൻറ്റ്സ്. അതായത് നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ഉപരിതലത്തെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ക്രസ്റ്റ്, മാൻഡിൽ ആൻഡ് കോർ എന്ന് പറയുന്നു. അതിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും പുറമേയുള്ള ഭാഗമാണ്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പോർഷനെ നമ്മൾ വിളിക്കുന്നതാണ് ക്രസ്റ്റ് അല്ലേ. ഇങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. ഇതാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഇതാണ് മാൻഡിൽ ആൻഡ് ഈ ഒരു ഇന്നർ പോർഷനാണ് എന്ത്? കോർ അല്ലേ. ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള ആ ഒരു ഇന്നർ പോർഷനെ വിളിക്കുന്ന പേരാണ് കോർ. ഔട്ടർ പോർഷനാണ് ക്രസ്റ്റ്. ഇതിനിടയിലുള്ള മിഡിൽ പോർഷനാണ് മാൻഡിൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ലോ മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ആ ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, അത് സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു ക്രസ്റ്റിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് അല്ലേ. ക്രസ്റ്റിൽ ഉണ്ടാകുന്ന ചില മൂവ്മെൻറ്റ്സ് അത് ഒരു പക്ഷേ അപ്ലിഫ്റ്റ് ആവാം, അല്ലെങ്കിൽ ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ആവാം, അതും അല്ലെങ്കിൽ ഫോൾഡിങ്ങോ ആവാം. ഇങ്ങനെയൊക്കെ ക്രസ്റ്റിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന മൂവ്മെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 2. എന്തൊക്കെയായിരുന്നു? എപ്പിറോജനിക് മൂവ്മെൻറ്റ്സ് ആൻഡ് ദി ഓറോജനിക് മൂവ്മെൻറ്റ്സ്. അതിൽ എപ്പിറോജനിക് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ദ ഫോർമേഷൻ ഓഫ് കോണ്ടിനെൻറ്റ്സ് ഒക്കെ അതിന് എക്സാമ്പിളാണ് അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? അപ്ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ഡൗൺവേർഡ് ലിഫ്റ്റിംഗ് ആണ് ഇവിടെ ഈ ഒരു ക്രസ്റ്റിൽ സംഭവിക്കുന്നത് അല്ലേ. ഒന്നെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ക്രസ്റ്റിന് ഒരു അപ്വേർഡ് ചേഞ്ചസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഡൗൺവേർഡ് ചേഞ്ചസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? എപ്പിറോജനിക് മൂവ്മെൻറ്റ്സിൽ വിളിക്കുക. ദെൻ അതുപോലെ തന്നെ അടുത്തൊരു ഭാഗമുണ്ട്. അതെന്തായിരുന്നു? ഒരു എന്തായിരുന്നു അത്? Subsidence means the land sinks downward or goes below its original level. Then minimal deformation of surface features. Example ആണ് formation and uplift of continents part of Deccan Plateau അല്ലേ. അപ്പോൾ ഈ ഒരു എപ്പിറോജനിക് മൂവ്മെൻറ്റ്സിൽ തന്നെയാണ് നമ്മളിങ്ങനെ രണ്ടായിട്ട് പറയുന്നത് കേട്ടോ. അപ്ലിഫ്റ്റും ഉണ്ടാവാം, അതുപോലെ തന്നെ സബ്സിഡൻസും ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു ഇമേജ് നിങ്ങൾ മറക്കരുത്, നിങ്ങൾ ഓർത്തുകൊള്ളുക. ഒരു ഡയസ്ട്രോഫിസത്തിൻ്റെ ഒരു ഇമേജാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഡയസ്ട്രോഫിസം എന്ന് പറയുന്നത് എന്താണ്? ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ക്രസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് വഴിയായിട്ട് സംഭവിക്കുന്നതാണല്ലേ. ഇപ്പോൾ ഇവിടെ തന്നെ എന്തായിരിക്കും? ഒരു കംപ്രഷൻ അല്ലേ. ക്രസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു കംപ്രഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒരു ഹൊറിസോണ്ടൽ മൂവ്മെൻ്റ് ആണ്, പക്ഷേ അതിനിടയിൽ അതൊന്ന് കംപ്രസ്ഡ് ആവുക അല്ലേ. ദെൻ ഫോൾട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ചെറിയൊരു വിള്ളൽ വന്നിട്ട് അത് പിളർന്നു പോകുന്നത്. ഫോൾഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മടക്ക് പോലെ സംഭവിക്കുന്നത്. ദെൻ അപ്ലിഫ്റ്റ് ആൻഡ് സബ്സിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ക്രസ്റ്റ് മുകളിലേക്ക് ഒരു മൂവ്മെൻറ്റാണ് വരുന്നത് എങ്കിൽ അതിനെ അപ്ലിഫ്റ്റ് എന്നും, താഴേക്കാണെങ്കിൽ അതിനെ സബ്സിഡൻസ് എന്നും വിളിക്കുന്നു. അപ്പോൾ ഈ എപ്പിറോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ദാറ്റ് കോസ് വൈഡ് സ്പ്രെഡ് അപ്ലിഫ്റ്റ് ഓർ സബ്സിഡൻസ് ഓഫ് ദി ലാർജ് പാർട്സ് ഓഫ് ദി crust. Then uplift means the land rises upward due to movements inside the earth. Okay. Then നമ്മൾ ഈ ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞു സ്ലോ മൂവ്മെൻറ്റ്സ് ആണ്. അതാണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എപ്പിറോജനിക്കും ഉണ്ട്, ഓറോജനിക്കും ഉണ്ട്. എപ്പിറോജനിക് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്ത്? ആ ഒരു കോണ്ടിനെൻറ്റ് ഫോർമേഷനൊക്കെ. ദെൻ ഓറോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരുന്നു? ഓറോജനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മൗണ്ടെയിൻസ് ഒക്കെ ഫോം ചെയ്യുന്നത് ഓറോജനിക് മൂവ്മെൻറ്റ്സിന് എക്സാമ്പിൾ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? സഡൻ മൂവ്മെൻറ്റ്സ് ആയിരുന്നു അല്ലേ. സഡൻ മൂവ്മെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 2. എന്തൊക്കെയായിരുന്നു?
ഓൾക്കാനിസവും ഉണ്ട്, അതുപോലെ തന്നെ എർത്ത് ഉണ്ട്. ഓൾക്കാനിസവും അതുപോലെ എർത്ത് ഈ ഒരു സഡൻ മൂവ്മെൻറ്റ്സിന് ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. അതിൽ ഓൾക്കാനോസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരുന്നു, ഓൾക്കാനോസ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആ ഒരു ലാവ അത് ആദ്യം മാഗ്മ ഫോം ചെയ്യുന്നു, അതിനുശേഷം മാഗ്മ ഫോം ചെയ്തു, അത് മൂവ് ചെയ്തു, അത് എർത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത് എന്തായിട്ട് മാറുന്നു, ലാവയാകുന്നു അല്ലേ. എർത്ത് സർഫേസിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് ലാവയായിരുന്നു. ആ ലാവ പുറത്തേക്ക് വരുന്നതിനെയാണ് നമ്മൾ ഓൾക്കാനിസം എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മൾ ക്രസ്റ്റ് മാന്റിൽ കോർ അതിൽ എവിടെയാണ് ഈ ഒരു മാഗ്മ ഫോം ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ആ ഒരു ഇമേജ് വെച്ചിട്ട് നമ്മൾ പഠിച്ചതാണല്ലേ. അതിന് ഒന്നുകൂടെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് കണ്ടു, എർത്ത് അല്ലേ. എർത്ത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഒരു മേജർ പോർഷൻ ആയിരുന്നു എന്ത്, എക്സോജനിക് മൂവ്മെൻറ്റ്സ് അല്ലേ, ഭൂമിയുടെ ഉപരിതലത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ. ആ ഒരു എക്സോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു, വെതറിംഗ് ഉണ്ട്, അതുപോലെ ഇറോഷൻ, ഡിപ്പോസിഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, ദെൻ ഫൈനലി മാസ് വേസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെതറിംഗ് തന്നെ നമ്മൾ വീണ്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ വെതറിംഗ്, ബയോളജിക്കൽ വെതറിംഗ്, അതുപോലെ തന്നെ കെമിക്കൽ വെതറിംഗ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. then ഈ ഒരു ചാപ്റ്ററായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്കൊന്നുകൂടെ ഡിസ്കസ് ചെയ്യാവേ. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഇതിനിടയിൽ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ ദി മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ എപ്പിറോജനിക് മൂവ്മെൻറ്റ്സ് ആൻഡ് ദി ഓറോജനിക് മൂവ്മെൻറ്റ്സ്? എന്തായിരിക്കും, നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യുന്നത്? നമുക്കറിയാം എപ്പിറോജനിക് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, നിങ്ങൾ കോണ്ടിനൻസ് ഒക്കെ ഓർക്കുക കേട്ടോ. കോണ്ടിനൻസ് ഒക്കെ ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എപ്പിറോജനിക് എന്ന് പറയുന്നത്. ദെൻ ഓറോജനിക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, മൗണ്ടെയിൻ ഫോർമേഷനാണ് അവിടെ വരുന്നത് അല്ലേ. ദെൻ നോക്കിയേ, എപ്പോൾ എങ്ങനെ നമ്മൾ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ ഇത് ആൻസർ ചെയ്യും? നിങ്ങൾ മാർക്കിനനുസരിച്ച് എഴുതുക കേട്ടോ. ഇപ്പോൾ നമുക്ക് 2 മാർക്കിനോ 4 മാർക്കോ ഒരു 5 മാർക്കിന് താഴെയുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് വരുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയൊക്കെ എഴുതിയാൽ മതി. പക്ഷേ അതുമല്ല, അതിനും വലുതായിട്ട് ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. ഇപ്പോൾ ബേസിക്കലി നിങ്ങളത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഷോർട്ടാക്കി ആൻസർ ചെയ്തേക്കുന്നത്. അപ്പോൾ എപ്പിറോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, എപ്പിറോജനിക് മൂവ്മെൻറ്റ്സ് കോസ് ദി അപ്ലിഫ്റ്റ് ഓർ സിങ്കിങ് ഓഫ് ലാർജ് പാർട്സ് ഓഫ് ദി എർത്ത് ക്രസ്റ്റ്. നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ള പോർഷനാണ് എന്ത്, ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രസ്റ്റിൽ സംഭവിക്കുന്ന അപ്ലിഫ്റ്റ് ഓർ സിങ്കിങ്, അപ്ലിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇതിപ്പം ക്രസ്റ്റായിട്ട് കൺസിഡർ ചെയ്താൽ ഈ ഒരു ക്രസ്റ്റിൽ സംഭവിക്കുന്ന അപ്ലിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയാണ്, ഈ ഒരു മുകളിലേക്കുള്ള ആ ഒരു പുഷിംഗ് ആണ്, ആ ഒരു ഭാഗത്തെയാണ്, അങ്ങനെ ആ ഒരു ഉയർച്ചേനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അപ്ലിഫ്റ്റ് എന്ന് വിളിക്കുക. ഇനി സിങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ആ ഒരു താഴേക്കുള്ള ഒരു പുള്ളിങ് ആണ്, ആ താഴേക്ക് സിങ്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അപ്ലിഫ്റ്റ് ഓർ സിങ്കിങ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രസ്റ്റിൽ ഉണ്ടാകുന്ന അപ്ലിഫ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സിങ്കിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എൻഡോജനിക് മൂവ്മെൻറ്റ്സ്. എൻഡോജനിക് അല്ല, എപ്പിറോജനിക് മൂവ്മെൻറ്റ്സ്. എപ്പിറോജനിക് മൂവ്മെൻറ്റ്സ് ദാറ്റ് കോസ് the uplift or sinking of large parts of the earth crust with very little folding or for bending അല്ലേ. ദെൻ അപ്പോൾ എപ്പിറോജനിക് എന്താണെന്നുള്ളത് ക്ലിയർ ആയില്ലേ, ക്രസ്റ്റിൻ്റെ ഒരു ലാർജ് പോർഷനിൽ സംഭവിക്കുന്ന അപ്ലിഫ്റ്റ് അതും അല്ലെങ്കിൽ സിങ്കിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എപ്പിറോജനിക് മൂവ്മെൻറ്റ്സ്. ദെൻ ഓറോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ദാറ്റ് ഈസ് മൗണ്ടെയിൻ ബിൽഡിംഗ് പ്രോസസ്സാണ്. ദീസ് മൂവ്മെൻറ്റ് ഇൻവോൾവ് ഇൻറ്റൻസ്. ഓറോജനിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു, കോസ് ഇൻറ്റൻസ് ഡിഫോർമേഷൻ, ഫോൾഡിങ് ആൻഡ് ഫോൾട്ടിങ് ഓഫ് ദി ക്രസ്റ്റ് എന്ന് പറഞ്ഞല്ലേ നമ്മൾ പഠിച്ചത്. ആ ക്രസ്റ്റിൽ ഉണ്ടാവുന്ന ഫോൾട്ടിങ് ആണ് അല്ലേ, ഇൻറ്റൻസ് ഡിഫോർമേഷൻ ആവാം, ഫോൾഡിങ് ആൻഡ് ഫോൾട്ടിങ് ഓഫ് ദി ക്രസ്റ്റ്, ദാറ്റ് ഈസ് കോൾഡ് ഓറോജനിക് മൂവ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അത് മറന്നു പോകത്തില്ലല്ലോ, ഇത്രയും ഓർക്കുക. ക്രസ്റ്റിൽ ഉണ്ടാവുന്ന ഒരു അപ്ലിഫ്റ്റ് അല്ലെങ്കിൽ സിങ്കിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എപ്പിറോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓറോജനിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ക്രസ്റ്റിൽ തന്നെ ഉണ്ടാകുന്ന ചേഞ്ച് ആണ്, ബട്ട് ദ ഇൻറ്റൻസ് ഡിഫോർമേഷൻ, ഫോൾഡിങ് ആൻഡ് ഫോൾട്ടിങ് ഓഫ് ദി ക്രസ്റ്റ്. ഫോൾഡിങ് ആൻഡ് ഫോൾട്ടിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഇമേജ് എങ്ങനെയായിരുന്നു, ഇതാണ് ഫോൾഡിങ് ആൻഡ് ഫോൾട്ടിങ് ഓഫ് ദി ക്രസ്റ്റ്. നോക്കിയേ, ഫോൾഡിങ് എന്ന് പറയുമ്പോൾ ഒരു മടക്ക് പോലെ നമുക്ക്
ക്രസ്റ്റിൽ ഒരു മടക്ക് പോലെ ഉണ്ടാകുന്ന മൂവ്മെൻറ്റാണ് ഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഫോൾഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, അത് പിളരുകയാണ് അല്ലേ, 2 പാർട്ടായിട്ട് വിഭജിക്കപ്പെടുകയാണ്, അതാണ് ഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫോൾഡിങ്ങുമാണ് ക്രസ്റ്റിൽ നടക്കുന്നതെങ്കിൽ അങ്ങനെയാണ് ഓറോജനിക് മൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നത്. ദെൻ അവിടെ ഒരു അപ്ലിഫ്റ്റ് സിങ്കിങ് ഉണ്ടാവുന്നത് എങ്കിൽ അവിടെ എന്തായിരിക്കും, എപ്പിറോജനിക് മൂവ്മെൻറ്റ്സ് ആയിരിക്കും. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. Then the next question, which is the only active volcano in India? ഇന്ത്യയിൽ ഒരു ആക്റ്റീവ് വോൾക്കാനോ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും? ദ ഓൺലി ആക്റ്റീവ് വോൾക്കാനോ ഇൻ ഇന്ത്യ ഈസ് ഓൺ ബാരൻ ഐലൻഡ്. ഓക്കെ, ഇന്ത്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ആക്റ്റീവ് വോൾക്കാനോയേ ഉള്ളൂ, അതെന്താണ്, ബാരൻ ഐലൻഡ് ആണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. ദ വോൾക്കാനോ ഹാസ് ഇറപ്റ്റഡ് സെവറൽ ടൈംസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വോൾക്കാനോ നമുക്ക് എവിടെ കാണാൻ സാധിക്കും, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിൽ അത് ലൊക്കേറ്റ് ചെയ്യുന്നു. ദെൻ ഇതെന്ന് പറയുന്നത് ആക്റ്റീവ് വോൾക്കാനോ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരു ആക്റ്റീവ് വോൾക്കാനോയാണ് എന്ത്, ബാരൻ ഐലൻഡ് എന്ന് പറയുന്നത്. ദെൻ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്താണ്, ഇനി പറയേണ്ട ആവശ്യമില്ല. വൈ ഡു ലിതോസ്ഫെറിക് പ്ലേറ്റ് സ്ലൈഡ് ഓവർ ദി എസ്തനോസ്ഫിയർ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ലിതോസ്ഫിയർ എന്ന് പറയുമ്പോൾ അത് എവിടെയാണ്, ഇത് എർത്തിൻ്റെ സർഫേസ് നമ്മൾ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും പുറമെയുള്ള പോർഷനാണ് എന്ത്, ക്രസ്റ്റ് എന്ന് പറയുന്നത്. സൈഡിലോട്ട് എഴുതിയാൽ നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും അല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ ക്രസ്റ്റ്. ദെൻ ഇതാണ് ഈ ഒരു മിഡിൽ പോർഷൻ, ഇതാണ് മാൻറ്റിൽ. And the inner portion is called core. Crust, mantle and core. ഇനി നോക്കിക്കേ, the portion of crust and the upper portion of mantle, this area is called lithosphere. അല്ലേ, ഇവിടെയാണ് നമുക്ക് ലിതോസ്ഫിയർ കാണാൻ സാധിക്കുക. ലിതോസ്ഫിയർ എന്ന് പറയുന്നത് the portion of crust and the upper portion of mantle, this place is located by lithosphere. ലിതോസ്ഫിയർ ലൊക്കേറ്റ് ചെയ്യുന്നത് ഇവിടെയായിരിക്കും. അപ്പോൾ ഈ ലിതോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്, ലിതോസ്ഫിയറിൽ ഫുള്ള് നമുക്ക് എന്താണ്, ഡിഫറെൻറ്റ് റോക്സ് അല്ലേ, റോക്സ് പോലെ ഇങ്ങനെ കാണാനായിട്ട്, ഇങ്ങനെ റോക്സ് ഇങ്ങനെ ഒരു പ്ലേറ്റ്സ് പോലെ ഇങ്ങനെ അടുങ്ങിയായിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, ആ ഒരു പ്ലേറ്റ്സ് ആണ് ലിതോസ്ഫെറിക് പ്ലേറ്റ്സ് എന്ന് പറയും. ലിതോസ്ഫെറിക് പ്ലേറ്റ്സ് ആർ സീൻ ഇൻ ലിതോസ്ഫിയർ. ലിതോസ്ഫിയറിൽ നമുക്ക് ആ ഒരു പ്ലേറ്റ്സ് പോലെ കാണാൻ പറ്റുന്നതാണ് ലിതോസ്ഫെറിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ലിതോസ്ഫെറിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് അതിനിടയിൽ ചെറിയൊരു വിള്ളൽ പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമേ. അപ്പോൾ ഈ ഒരു ലിതോസ്ഫിയറിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ഒരു പോർഷനാണ് എന്ത്, എസ്തനോസ്ഫിയർ എന്ന് പറയും. ലിതോസ്ഫിയറിന് തൊട്ട് താഴെയുള്ള പോർഷനാണ് എന്ത്, എസ്തനോസ്ഫിയർ. എസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് സെമി മോൾട്ടൺ, ഇവിടെയാണ് ഈ പറഞ്ഞ മാഗ്മ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാഗ്മ ഫോം ചെയ്തിട്ട് മാഗ്മ എന്ത് സംഭവിക്കും, എന്ത് ചെയ്യും, ഈ ഒരു മാഗ്മ ഇതിനിടയിലൂടെ ഈ ഒരു ലിതോസ്ഫെറിക് പ്ലേറ്റ്സിനിടയിലൂടെ പുറത്തേക്ക് വരും. അങ്ങനെ അത് സർഫേസിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് എന്തായിട്ട് മാറുന്നു, ലാവയായിട്ട് മാറുന്നു. ആ ലാവയാണ് വന്നാണ് എന്ത്, വോൾക്കാനോസ് ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ലിതോസ്ഫെറിക് പ്ലേറ്റ് സ്ലൈഡ് ഓവർ ദി എസ്തനോസ്ഫിയർ ബിക്കോസ് ദി കൺവെക്ഷൻ കറൻസ് ഇൻ ദി മാൻറ്റിൽ. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു എസ്തനോസ്ഫിയറിൽ തന്നെയാണ് ഒരു കൺവെക്ഷൻ കറൻസ് ഫോം ചെയ്യുന്നത്. ആ ഒരു കറൻസ് ഫോം ചെയ്ത് അത് ഈ ഒരു ലിതോസ്ഫെറിക് പ്ലേറ്റ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു തിന്നായിട്ടുള്ളൊരു പോർഷനാണ് മാൻറ്റിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഫോം ചെയ്യുന്ന ഈ ഒരു കറൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലിതോസ്ഫെറിക് പ്ലേറ്റ്സിൽ ചേഞ്ചസ് ഉണ്ടാക്കും. അങ്ങനെ ആ ഒരു പ്ലേറ്റ്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ലിതോസ്ഫെറിക് പ്ലേറ്റ്സിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാൻ കാരണമാവുന്നത് എന്താണ്, ഈ ഒരു മാൻറ്റിലിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ലിതോസ്ഫിയറിൻ്റെ തൊട്ട് താഴെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എസ്തനോസ്ഫിയർ. എസ്തനോസ്ഫിയറിൽ ഫോം ചെയ്യുന്ന ഒരു കറൻറ്റ് ഉണ്ട്. ആ ഒരു കറൻസ് വഴിയായിട്ട്, ഒരു കൺവെക്ഷൻ കറൻസ് വഴിയായിട്ട് ലിതോസ്ഫെറിക് പ്ലേറ്റ്സിൽ മാറ്റം സംഭവിക്കുന്നു. അങ്ങനെ ലിതോസ്ഫെറിക് പ്ലേറ്റ്സ് സ്ലൈഡ് ഓവർ ദി എസ്തനോസ്ഫിയർ. then എന്താണ് ഈ ജിയോമോർഫിക് ഏജൻസ് എന്ന് പറയുന്നത്? വാട്ട് ആർ ജിയോമോർഫിക് ഏജൻസ്? നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ ഓർത്തിരിക്കുക, ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ജിയോമോർഫിക് ഏജൻസ് ആർ നാച്ചുറൽ ഫോഴ്സസ് ദാറ്റ് ചേഞ്ച് ദി എർത്ത് സർഫേസ്. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ചില നാച്ചുറൽ ഫോഴ്സസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ജിയോമോർഫിക് ഏജൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ
എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ പെട്ടെന്ന് പകച്ചു പോകരുത്. ഇത്രയേ ഉള്ളൂ. ജിയോമോർഫിക് ഏജൻസ് ആർ നാച്ചുറൽ ഫോഴ്സസ് ദാറ്റ് ചേഞ്ച് ദി എർത്ത് സർഫേസ്. ഭൂമിയുടെ ഉപരിതലത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സഹായകരമാകുന്ന ചില ജിയോമോർഫിക് ഏജൻസ് അല്ലെ നാച്ചുറൽ ഫോഴ്സസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ജിയോമോർഫിക് ഏജൻസ്. ദേ ഇൻക്ലൂഡ് റണ്ണിങ് വാട്ടർ. ഇനി അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? റണ്ണിങ് വാട്ടർ ഒഴുക്കുജലം, അതുപോലെ ഗ്ലേഷ്യേഴ്സ് റണ്ണിങ് വാട്ടർ ഉണ്ട്, ഗ്ലേഷ്യേഴ്സ് ഉണ്ട്, വിൻഡ് ആൻഡ് സീ വേവ്സ് ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ജിയോമോർഫിക് ഏജൻസ് എന്ന് പറയുന്നത്. ജിയോമോർഫിക് ഏജൻസ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഫോഴ്സസ് ആണ് ദാറ്റ് ചേഞ്ച് ദി എർത്ത് സർഫേസ്. ഭൂമിയുടെ ഉപരിതലത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സഹായകരമാകുന്ന നാച്ചുറൽ ഫോഴ്സസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ജിയോമോർഫിക് ഏജൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? റണ്ണിങ് വാട്ടർ, ഗ്ലേഷ്യേഴ്സ്, വിൻഡ് ആൻഡ് സീ വേവ്സ്. ദെൻ ദീസ് ഏജൻസ് പെർഫോം ദി വർക്ക് ഓഫ് ഇറോഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ പറഞ്ഞിരുന്നു എക്സോജനിക് മൂവ്മെൻറ്റ്സിൽ ഓൾറെഡി പറഞ്ഞതാണ്. അവിടെ മെയിനായിട്ടുള്ളത് എന്താണ്? ഒരു വെതറിങ്, ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷനൊക്കെ അതിൻ്റെ പാർട്ടാണല്ലേ, എക്സോജനിക് മൂവ്മെൻറ്റ്സിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഈ ഒരു ഇറോഷനും അതുപോലെ ട്രാൻസ്പോർട്ടേഷനും ഒക്കെ കാരണമാകുന്നത് ഈ ഏജൻസ് തന്നെയാണ്. ആ ഏജൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ജിയോമോർഫിക് ഏജൻസ് അല്ലേ. ദീസ് ഏജൻസ് പെർഫോം ദി വർക്ക് ഓഫ് ഇറോഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. അതായത് എക്സോജനിക് പ്രോസസ്സിന് കാരണമാകുന്ന ഫോഴ്സസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ജിയോമോർഫിക് ഏജൻസ് എന്ന് വിളിക്കുക. നോക്കിയേ, ലിസ്റ്റ് ദി ഡ്രൈവിംഗ് ഓർ കോസാറ്റീവ് ഫോഴ്സസ് ഓഫ് എക്സോജനിക് മൂവ്മെൻറ്റ്സ്. ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റിനായിട്ട് കണക്റ്റഡ് ആണ്. ലിസ്റ്റ് ദി ഡ്രൈവിംഗ് ഓർ കോസാറ്റീവ് ഫോഴ്സസ് ഓഫ് എക്സോജനിക് മൂവ്മെൻറ്റ്സ്. എക്സോജനിക് മൂവ്മെൻറ്റ്സിനുള്ള ഫോഴ്സസ് എന്തൊക്കെയാണ്? കാരണമാകുന്ന ഫോഴ്സസ് എന്തൊക്കെയാണ്? അത് നമ്മൾ പറഞ്ഞ് സ്ലോപ്പ് ഫോംഡ് ഓൺ ദി എർത്ത് സർഫേസ്. ഭൂമിയുടെ ഉപരിതലത്തിൽ അതിനുള്ള പ്രൈമറി റീസൺസ് ആണ്. ഒന്ന്, ഭൂമിയുടെ ഉപരിതലത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു സ്ലോപ്പ്, അതിനുള്ളൊരു റീസൺ ആണ്. ദെൻ ദ ഗ്രാവിറ്റി അല്ലേ. ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ദ പ്രഷർ exerted on an object by another object. Gravity is another reason. First reason എന്ന് പറയുന്നത് slope formed on the earth surface, then the second one gravity, and the third one molecular stress due to temperature changes. ഇതിൽ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന molecular stress. Then find out the major causes of debris flow and landslides in India, Kerala. നമുക്കറിയാം കേരളത്തിൽ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ ഒത്തിരി പേടിച്ചു പോയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ, കുറേ ഡിസാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നതാണ് ഡെബ്രിസ് ഫ്ലോ, അതായത് ഉരുൾപൊട്ടലും അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ്സും ഒക്കെ. ദെൻ ദ മേജർ കോസ് ഓഫ് ഡെബ്രിസ് ഫ്ലോ ആൻഡ് ലാൻഡ് സ്ലൈഡ്സ് ഇൻ കേരള ആർ. എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന്, അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് ആൻഡ് റോഡ്സ് അല്ലേ. ഒട്ടും സയൻറ്റിഫിക് അല്ലാത്ത രീതിയിൽ നമ്മൾ റോഡുകളും അതുപോലെ തന്നെ വീടുകളൊക്കെ പണിതിരിക്കും. നമ്മുടെ കൺസ്ട്രക്ഷൻ അതിനുള്ളൊരു ജനറൽ ആയിട്ടുള്ളൊരു റീസണാണ്. ദെൻ ഇൻ്ററപ്ഷൻ ഓഫ് ദി നാച്ചുറൽ ഫ്ലോ ഓഫ് സ്ട്രീംസ് അല്ലേ. ആ ഒരു സ്ട്രീംസിൻ്റെയൊക്കെ ആ ഒരു നാച്ചുറൽ ഫ്ലോയ്ക്ക് തടസ്സം നിൽക്കുന്ന പല കാര്യങ്ങളും ഇതിനുള്ള റീസണാണ്. ദെൻ ഇൻറ്റൻസ് റെയിൻഫാൾ ആൻഡ് റീഫോറസ്റ്റേഷൻ അല്ലേ. പെട്ടെന്നുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള തീവ്രമായിട്ടുള്ള മഴ അതുപോലെ തന്നെ റീഫോറസ്റ്റേഷനും ഒക്കെ ഇതിന് കാരണങ്ങളാണ്. ഓക്കെ, ഇനി ഇത് മാത്രമല്ല ഒത്തിരി റീസൺസ് ഉണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് പഠിച്ചോളുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഫൈൻഡ് ഔട്ട് ദി മേജർ കോസസ് ഓഫ് ഡിബ്രിസ് ഫ്ലോ ആൻഡ് ലാൻഡ് സ്ലൈഡ്സ് ഇൻ കേരള. ദെൻ വാട്ട് ആർ ദി 2 മെയിൻ ടൈപ്സ് ഓഫ് എർത്ത് മൂവ്മെൻറ്റ്സ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണല്ലോ, ഇത് ഈ ചാപ്റ്ററിൽ ഫുൾ ഇത് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. Endogenic movements and exogenic movements. The 2 main types of earth movements are endogenic and exogenic. Endogenic movements എന്ന് പറയുമ്പോൾ that originate from within the earth, and exogenic movements എന്ന് പറയുമ്പോൾ that caused by external forces on the earth surface we see around us. Then together they shape the landforms. Okay, അപ്പം ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഏകദേശം നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തല്ലേ. ഒത്തിരി കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെയിനായിട്ട് ഒരു ചേഞ്ചിങ് എർത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഭൂമിയിലുള്ള മാറ്റങ്ങൾക്ക് കാരണം എന്താണ്? എർത്ത് മൂവ്മെൻറ്റ്സ് ആണ്. ആ ഒരു എർത്ത് മൂവ്മെൻറ്റ്സ് എക്സോജനിക് മൂവ്മെൻറ്റ്സ് ഉണ്ട്, എൻഡോജനിക് മൂവ്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ ഇതിനിടയിലുള്ള ചെറിയ ചെറിയ ക്ലാസിഫിക്കേഷൻസ് ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ വളരെ ചെറിയ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ക്ലാസ് ഏറെ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഓക്കെ, അപ്പോൾ ഇനി ഈ ക്ലാസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ദിവസത്തെ നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളിലൊക്കെ കയറാനായിട്ട് അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നല്ലപോലെ തയ്യാറെടുക്കുക. അതുപോലെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത്, നമുക്കറിയാം ഉടനെ തന്നെ നമ്മുടെ SSLC എക്സാം വരും അല്ലേ. അപ്പോൾ ആ ഒരു എക്സാമിനും കൂടെ, നിങ്ങളുടെ ഫൈനൽ എക്സാമിനും കൂടെ പറ്റുന്ന രീതിയിൽ വേണം നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ പോയിട്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, നല്ലപോലെ എക്സാം എഴുതുക, A+ വേണ്ടി തന്നെ നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.